അശ്വിനി സുമധുരം സങ്കീർത്തനാമി സ്വാമി ശിവസമാരംഭാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ സർവേ ശ്രീ ആലയം ഗുരുനാലയം നമാമി ഭഗവത്പാദം ശങ്കരം ശങ്കരാചാര്യം മൂർത്തിഭാഷ്യഗീതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാജ്ഞേ മൂർത്തിഭേദവിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ. ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത ശാങ്കരഭാഷ്യം 2-ാം അധ്യായം 17 ശ്ലോകം. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ശങ്കരഭാഷ്യം. കിം പുനഃ തത് യത് സദൈവ സർവദൈവ അസ്തി. യത് സദൈവ സർവദാ ഏവ അസ്തി. ഏതെന്നാണോ യത് സദാ ഏവ സദാ സർവദാ എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന. കിം പുനഃ, പിന്നെ അതിനെക്കുറിച്ച് മറ്റെന്താണ് പറയാനുള്ളത്? അതിനെ എങ്ങനെ വിശദീകരിക്കണം? അതാണ് ആത്മതത്വത്തെക്കുറിച്ച് തന്നെ വീണ്ടും പറയുകയാണ്. അവിനാശി ഇതി. അവിനാശി ന വിനഷ്ടം ശീലം അസ്യ. അവിനാശി, അത് അവിനാശിയാണ്. ന വിനഷ്ടം ശീലം അസ്യ, അതിന്റെ വ്യുത്പത്തിയാണ് അവിനാശി എന്ന് പറയുന്ന ശബ്ദത്തിന്. ന വിനഷ്ടം ശീലം അസ്യ, നശിക്കുന്ന ശീലമില്ലാത്തത്. ശീലം സ്വഭാവം, നശിക്കുന്ന സ്വഭാവം ഇല്ലാത്തതാണ് അവിനാശി. അവിനാശി തു, അടുത്ത ശ്ലോകത്തിൽ വരുന്ന തു ശബ്ദമാണ്. തു ശബ്ദ അസതോ വിശേഷണാർത്ഥ. തു എന്നുപയോഗിച്ചിരിക്കുന്നതിന് വേണ്ടി അസത്തിൽ നിന്നും സത്തിനെ വേർതിരിച്ച് കാണിക്കുന്നതിന് വേണ്ടി. അസത്ത് വേറെ, സത്ത് വേറെ. അസത്ത് കൽപ്പിതമായ പദാർത്ഥങ്ങളിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി തു ശബ്ദം ഉപയോഗിച്ചു. തദ്വിദ്ധി, അത് പറയുന്നു അടുത്ത്. തദ്വിദ്ധി, അതിന്റെ അർത്ഥമാണ് വിജാനീഹി, അതിനെ അങ്ങനെ മനസ്സിലാക്കണം എന്നർത്ഥം. കിം, എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏന സർവം ഇദം ജഗത് തദം വ്യാപ്തം സദാഖ്യേന ബ്രഹ്മണ സാകാശം ആകാശേന ഇവ ഘടാദേഹ. അടുത്ത് ശ്ലോകത്തെ വ്യാഖ്യാനിക്കുകയാണ്. ഏന സർവം ഇദം തദം, ആ ഭാഗത്തെ. ഏന സർവം ഇദം, സർവം ഇദം എന്ന് പറയുന്നത് ജഗത്ത്. ഈ ജഗത്ത് തതം, അതിന്റെ അർത്ഥമാണ് അടുത്ത് പറയുന്നത് വ്യാപ്തം. തതം, അതിന്റെ അർത്ഥം വ്യാപ്തം. ഏതൊന്നിനാലാണോ ഈ സമ്പൂർണ്ണ ജഗത്തും വ്യാപിക്കപ്പെട്ടിരിക്കുന്നത്, ഏതുകൊണ്ട്? സദ് ആഖ്യേന ബ്രഹ്മണ, സദ് ആഖ്യേന, സതെന്ന് പേരുള്ള, സതെന്ന് വിളിക്കുന്ന ബ്രഹ്മണ, ആ ബ്രഹ്മത്താൽ ഈ ജഗത് തതം വ്യാപ്തമായിരിക്കുന്നു. അതിനൊരു ഉദാഹരണം പറയുന്നു സാകാശം. ആകാശേന ഇവ ഘടാദേഹ. എങ്ങനെയാണോ ആകാശം എല്ലാ
സുഷിരങ്ങളിലും നിറഞ്ഞിരിക്കുന്നത്, ഘടാദി വസ്തുക്കളിൽ ആകാശം നിറഞ്ഞിരിക്കുന്നത് അതുപോലെ നടത്തും. ഇതെല്ലാം നമ്മൾ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ നിന്നും കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. വിനാശം, അദർശനം, അഭാവം. അടുത്ത വിനാശം അവ്യയസ്യ അസ്യ ന കശ്ചിത് കർത്തുമർഹതി. അതിനെ വ്യാഖ്യാനിക്കുന്നു. വിനാശം എന്ന് പറഞ്ഞാൽ എന്താണ്? അദർശനം, അഭാവം, ഇതിന്റെ ഇല്ലായ്മ. അത് ആർക്കും ഇതിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല എന്നാണ്. അത് വിനാശ ശബ്ദത്തിന്റെ അർത്ഥം അഭാവം എന്ന് പറഞ്ഞു. അവ്യയസ്യ ന വേദി ഉപചയ അപചയോ ന യാതി ഇതി അമ്പിയും തസ്യ അവ്യയസ്യ. ആത്മാവിനെ വിശേഷിപ്പിക്കുകയാണ് അമ്പിയും. അമ്പിയനായിരിക്കുന്ന ഈ ആത്മാവിന്റെ അവ്യയസ്യ അതിനെ വ്യാഖ്യാനിക്കുകയാണ് ന വേദി എന്ന് പറഞ്ഞാൽ എന്താണ്? വേദി എന്ന് പറഞ്ഞ മാറുക, ചലിക്കുക എന്നെല്ലാം ഉള്ള അർത്ഥമാണ് വേദി. ക്ഷയിക്കുക ആ അർത്ഥത്തിലാണ് ഇവിടെ എടുക്കുന്നത്. ഉപചയ അപചയവും നയാതി. വൃദ്ധിയും ക്ഷയവും, അതാണ് ഉപചയ അപചയം. ഉപചയം വൃദ്ധി, അപചയം ക്ഷയം. നയാതി അതിനെ പ്രാപിക്കുന്നില്ല. വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകാത്തത് എന്നാണ് അമ്പിയും. വ്യയമുണ്ടാകാത്തത്. തസ്യ അവ്യയസ്യ. അങ്ങനെയുള്ള അവ്യയനായിരിക്കുന്ന ആത്മാവിന് നാശം വരുത്താൻ ആർക്കും കഴിയില്ല എന്നാണ്. ന ഏതത് സദാഖ്യം ബ്രഹ്മ സ്വേനരൂപേണ വ്യേതി വ്യഭിചരതി നിരവയവത്വ ദേഹാധിപത്. ന ഏതത് സദാഖ്യം ബ്രഹ്മ, സത് എന്നു പേരുള്ളതായ ഈ ബ്രഹ്മം സ്വേനരൂപേണ സ്വയം വ്യേതി വ്യഭിചരതി മാറുന്നില്ല, സ്വയം അതിന് മാറ്റം സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? നിരവയവത്വ, അതിന് അവയവമില്ലാത്തതുകൊണ്ട്. അതിന് വ്യതിരേക ദൃഷ്ടാന്തം കൊടുക്കുകയാണ്. ദേഹാദികളെ പോലെ അല്ല എന്നർത്ഥം. ദേഹാദികളെ പോലെ അല്ല. ദേഹാദികൾ അതിന് അവയവമുള്ളതുകൊണ്ട് നശിക്കുന്നു. ഭീഷ്മദ്രോണാദികൾ ദേഹാദി രൂപത്തിൽ നശിക്കുന്നവരാണ്, ആത്മരൂപത്തിൽ നിത്യരാണ് എന്ന് അർജുനനെ ബോധിപ്പിക്കുകയാണ്. കാരണം അർജുനന്റെ സംശയം താൻ യുദ്ധം ചെയ്താൽ അവരെല്ലാം നശിക്കുമെന്നാണ്. അങ്ങനെ ഒരു നാശം അവർക്കുണ്ടാകുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യം ഇവിടെ പറയുന്നത്. നാപി ആത്മീയേന ആത്മീയ അഭാവ. രണ്ടു തരത്തിൽ നാശം സംഭവിക്കാം. സ്വയം നശിക്കുക ഒരു വസ്തു, അതിനാണ് ആദ്യം ഇവിടെ അവ്യയസ്യ എന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു തരത്തിൽ നാശം സംഭവിക്കാം. അതാണ് നാപി ആത്മീയേന ആത്മീയ അഭാവ. യഥാ ദേവദത്തോ ധനഹാന്യാവേദി നതു ഏവം ബ്രഹ്മവേദി. രണ്ടു തരത്തിൽ നാശം വരാം. ഒന്ന് സ്വയം നശിക്കുക, മറ്റൊന്ന് ആത്മീയമായ തന്റേതായ എന്തെങ്കിലും നശിക്കുന്നതുകൊണ്ട് നശിക്കുക. അതിവിടെ സംഭവിക്കുന്നില്ല. ദേവദത്തൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ധനം നഷ്ടപ്പെട്ടു. അപ്പോൾ പറയുന്നു അയാൾ നശിച്ചുപോയി. ആത്മീയമായ തന്റേതായ ഒരു വസ്തുവിന്റെ നാശം കൊണ്ട് താൻ നശിക്കാം, അല്ലെങ്കിൽ സ്വയം നശിക്കാം. തന്നിൽ തന്നെ നാശം വരാം. ഒരാൾ മരിച്ചു പോകുന്നു, അത് സ്വന്തം നാശം. അയാളുടെ ധനസമ്പത്തുകളെല്ലാം നശിക്കുന്നു, അപ്പോൾ പറയുന്നു അയാൾ നശിക്കുന്നു. അത് മറ്റൊരു തരത്തിലുള്ള നാശം. ആത്മാവിന് നാപി ആത്മീയേന, ആത്മീയമായ എന്തെങ്കിലും കാരണം കൊണ്ട്, തന്റേതായ ഒരു കാരണം കൊണ്ടും നാശം വരുന്നില്ല. എന്തുകൊണ്ട്? ആത്മീയ അഭാവ, തന്റേത് അങ്ങനെ ഒന്ന് ആത്മാവിനില്ല. ഉദാഹരണം പറയുന്നു, യഥാ ദേവദത്തോ ധനഹാന്യ വേദി. ഇവിടെ ദേവദത്തൻ ധനഹാനി കൊണ്ട് ക്ഷയിച്ചു പോകുന്നു. നതു ഏവം ബ്രഹ്മവേദി, അപ്രകാരം ബ്രഹ്മത്തിന് ഉപചയ അപചയങ്ങൾ സംഭവിക്കുന്നില്ല. അതഃ അവ്യയസ്യ അസ്യ ബ്രഹ്മണഃ വിനാശം ന കശ്ചിത് കർത്തുമർഹതി. അതുകൊണ്ട് അതഃ അവ്യയസ്യ വൃത്തിക്ഷയങ്ങളില്ലാതിരിക്കുന്ന അസ്യ ബ്രഹ്മണഃ, ഈ ബ്രഹ്മത്തിന്റെ വിനാശം, അത് ശ്ലോകത്തിലുള്ളതാണ്. വിനാശം ന കശ്ചിത് കർത്തുമർഹതി, കശ്ചിത് ഒരുവനും അത് ചെയ്യാൻ പ്രാപ്തനല്ല. ന അർഹതി പ്രാപ്തനല്ല. കശ്ചിത് കർത്തും അത് ചെയ്യുന്നതിന് ന അർഹതി പ്രാപ്തനല്ല. ന കശ്ചിത് ആത്മാനം വിനാശയിലും ശക്നോതി ഈശ്വരോതി പറയും. ന കശ്ചിത് ആരും തന്നെ ആത്മാനം ഈ ആത്മാവിനെ വിനാശയിലും നശിപ്പിക്കുന്നതിന് ശക്നോതി പ്രാപ്തനല്ല, കഴിവുള്ളവനല്ല. ഈശ്വരോപി ഈശ്വരന് കൂടി ആത്മാവിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട് ഈശ്വരന് ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയാത്തത്? അത്
ന കശ്ചിത് എന്ന് പറഞ്ഞാൽ ആരും ഇല്ലെന്നാണ്. ആരും ഒരുവനും എന്നുള്ള അർത്ഥത്തിലാണ് ന കശ്ചിത് ശബ്ദം പ്രയോഗിക്കുന്നത്. എന്തുകൊണ്ട്? ആത്മാഹി ബ്രഹ്മ. ഈശ്വരൻ എന്തുകൊണ്ടത് കഴിയുന്നില്ല? ആത്മാവ് ബ്രഹ്മം തന്നെയാണ്. ആ ജീവൻ പരമാത്മാവ് തന്നെയാണ്. സ്വാത്മനിച്ച ക്രിയാവിരോധ. സ്വാത്മനൻ സുസ്വരൂപത്തിൽ സ്വയം പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അതാണ് സ്വാത്മനി ക്രിയാവിരോധം എന്ന് പറയുന്നത്. ഒരു വസ്തുവിനും സ്വയം തന്നിൽ എതിരിട്ട് പ്രവർത്തിക്കാൻ അത് കഴിയത്തില്ല. ആത്മാശ്രയ ദോഷം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആത്മാശ്രയ ദോഷം വരും എന്നർത്ഥം. ഒന്നിനും മറ്റൊന്നിനെ നശിപ്പിക്കാൻ പറ്റും. എന്തുകൊണ്ട്? തന്നിൽ നിന്നും അന്യമായിരിക്കുന്നുണ്ട്. പക്ഷേ അതിനെ തന്നെ നശിപ്പിക്കാൻ സാധ്യമല്ല, സ്വയം നശിപ്പിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? സ്വാത്മനി ക്രിയാവിരോധ. തന്നിൽ തന്റേതായ പ്രവൃത്തി നടക്കത്തില്ല. അന്യന്റെ പ്രവൃത്തി നടക്കും, തന്നിൽ തന്റേതായ പ്രവൃത്തി നടക്കത്തില്ല. ഒരാൾക്ക് സ്വയം തന്റെ തോളത്ത് കയറാൻ പറ്റുന്നില്ല. അതാണ് ആത്മാശ്രയ ദോഷം എന്ന് പറയുന്നത്. അങ്ങനെ ആകാമെന്ന് കരുതിയാൽ അവിടെ ഈ ദോഷം വരും. അത് അസാധ്യമാണ്. കണ്ണിന് കാണാൻ കഴിയുന്നില്ല എന്നെല്ലാം നമ്മൾ പറയുന്നത് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആത്മനിച്ച ക്രിയ സ്വാത്മനി, സ്വസ്വരൂപത്തിൽ ക്രിയ സംഭവിക്കത്തില്ല. അതുകൊണ്ട് ജീവന്റെ വാസ്തവ സ്വരൂപം ഈശ്വരനാണ്. അതുകൊണ്ട് ആ ഈശ്വരന് ജീവനെ നശിപ്പിക്കാൻ സാധ്യമല്ല. ആത്മനിജ ക്രിയാവിരോധം. യഥാ ചക്ഷുർഗതരേഖ ചക്ഷുർന പശ്യതി. ഇവിടെ ചെറിയ പാഠഭേദമുള്ള സ്ഥലമാണ്. യഥാ ചക്ഷുർഗതരേഖ ചക്ഷുർന പശ്യതി. ചക്ഷുർഗതരേഖ, കണ്ണിലുള്ള എന്തെങ്കിലും ഒരു അടയാളം. അതെന്താണ്? കണ്ണിന് കറുപ്പും മറ്റും വരും. അത് ചക്ഷുർന പശ്യതി. കണ്ണിന് അതിനെ കാണാൻ കഴിയുന്നില്ല. കണ്ണ് സർവ്വ വസ്തുക്കളെയും കാണും. ചക്ഷുർഗതമായിരിക്കുന്ന ഒരു കാര്യം കണ്ണിന്റെ കൃഷ്ണമണിയിൽ ഉള്ള രേഖ, അവിടെയുള്ള രേഖകളൊന്നും, അവിടെ എന്തെങ്കിലും ഒരു അടയാളത്തെ ഉദ്ദേശിച്ചാണ് രേഖ എന്ന് പറയുന്നത്. അത് കണ്ണിന് കാണാൻ കഴിയുന്നില്ല. കണ്ണാടി ഉണ്ടെങ്കിൽ കാണാം, പക്ഷെ കണ്ണിന് സ്വയം എതിരിട്ട് അതിനെ കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? തന്റെ പ്രവർത്തനം തന്നെ നടക്കത്തില്ല, അന്യപ്രവർത്തനമേ നടക്കത്തുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് കശ്ചിത്, ഒരുവനും ഈശ്വരൻ പോലും ജീവനെ നശിപ്പിക്കുന്നില്ല. ആ ജീവന്റെ യഥാർത്ഥ സ്വരൂപം ഈശ്വരനായതുകൊണ്ട് എന്നാണ്. ഇനി ആ ശ്ലോകത്തിലേക്ക് നോക്കുക. യേന സർവം ഇദം തദം. ഏതെന്തുകൊണ്ടാണോ ഇദം സർവം, ഈ കാണുന്ന സർവവും, തദം വ്യാപ്തമായിരിക്കുന്നത്, വ്യാപിക്കപ്പെട്ടിരിക്കുന്നത്, തത് തു അതിനെ അവിനാശി വിദ്ധി, അവിനാശിയായി അറിയൂ, വിദ്ധി അറിയൂ. വിനാശം അവ്യയസ്യ അസ്യ എന്നാണ്. അസ്യ അവ്യയസ്യ വിനാശം, അസ്യ അവ്യയസ്യ, ഈ അവ്യയനായിരിക്കുന്ന ആത്മാവിന്റെ നാശം കർത്തും ചെയ്യുന്നതിന് ന കശ്ചിത് അർഹതി, ന കശ്ചിത്, കശ്ചിത് ന അർഹതി, കശ്ചിത് ഒരുവനും ന അർഹതി, പ്രാപ്തനല്ല. അപ്പം ഇവിടെ ആത്മാവിന്റെ നിത്യതയെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് അർജുനന്റെ സംശയത്തിനനുസരിച്ച് പറയുന്നു. അർജുനൻ കരുതുന്നു ഇവരെല്ലാം തനിക്ക് നശിപ്പിക്കാൻ കഴിയും എന്ന് പറയുന്നു. അല്ല, ഈ ശരീരങ്ങളെല്ലാം വ്യാപിച്ചിരിക്കുന്ന അത് ആത്മതത്വമാണ്, അതിനെ നിനക്ക് നശിപ്പിക്കാൻ കഴിയില്ല എന്ന് സമാധാനം പറയുന്നു. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അടുത്ത 18-ാമത്തെ ശ്ലോകമാണ്.
അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാദ് യുധ്യസ്വ ഭാരത. ശങ്കരഭാഷ്യം. കിം പുനഃ തദ് അസത്? എന്താണ് ആ അസത്ത്? യത് സ്വ ആത്മസത്താം വ്യഭിചരതീതി. ഈ അസത്ത്, അസത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതെപ്പോഴും മനസ്സിരിക്കണം. അസത് കൽപ്പിതം. അദ്വൈതത്തിൽ അസത്ത് എന്ന് പറഞ്ഞാൽ കൽപ്പിതമാണ്. കൽപ്പിതമായിരിക്കുന്നത് എന്താണ്? ഏതെന്നാണ്? സ്വാത്മസത്താം, സ്വസത്തയെ വ്യഭിചരതി, മാറിപ്പോകുന്നത്, ഇല്ലാതാകുന്നത്, സ്വസത്തയെ തന്നെ സ്വസത്തയിൽ നിന്നും മാറിപ്പോകുന്നത്, എന്നുവെച്ചാൽ നശിക്കുന്നത്. എന്താണ്? ഉച്ചതി പറയാം. അനാത്മ വിവേകം ചെയ്യുന്നതിന് വേണ്ടി പറയുന്നു. അന്തവന്ത ഇതി, അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അന്തഃ വിനാശഃ വിദ്യതേ യേഷാം തേ അന്തവന്തഃ. അന്തവന്തഃ, അന്തവാൻ, അന്തവന്തോ, അന്തവന്തഃ. അന്തവാൻ എന്ന് പറയുന്നു അന്തവ ശബ്ദത്തിന്റെ ബഹുവചനമാണ്. അന്തവന്തഃ, അന്തഃ എന്ന് വെച്ചാൽ വിനാശം. വിദ്യതേ യേഷാം, ഏതെന്നിനാണോ ഉള്ളത്, തേ അന്തവന്തഃ, അതിനെ അന്തവന്തഃ എന്നർത്ഥം. ശബ്ദത്തിൽ നിന്ന് വത് എന്ന് പറയുന്ന ഒരു പ്രത്യയം ചേരുമ്പോൾ ഉള്ളത് എന്നുള്ള അർത്ഥം കിട്ടും. അതാണ് ഇവിടെ അന്തം എന്ന് വെച്ചാൽ നാശം. അന്തവത്, അന്തമുള്ളത്. ബഹുവനത്തിൽ അന്തവന്തഃ. വിനാശം ഏതിനാണോ ഉള്ളത് അതിനെ അന്തവന്തങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണം പറയുന്നു. യഥാ മൃഗതൃഷ്ണികാദു സദ്ബുദ്ധി അനുവൃത്ത പ്രമാണ നിരൂപണാന്തേ വിച്ഛിദ്യതേ സതസ്യ അന്തഃ. ഇവിടെ നാശം എന്ന് പറയുന്നത് എന്താണ്? യഥാ മൃഗതൃഷ്ണികാദു, മൃഗതൃഷ്ണിക, മരീചിക. അവിടെ സദ്ബുദ്ധി അനുവൃത്ത, അത് സത്താണെന്ന് തോന്നുന്നു. മൃഗതൃഷ്ണികയിലെ സത്തിനെയല്ല കാണുന്നത്, മറിച്ച് ആ മൃഗതൃഷ്ണിക, ആ ജലം സത്താണെന്ന് തോന്നുന്നു. സദ്ബുദ്ധി അനുവൃത്ത പ്രമാണ നിരൂപണാന്തേ, പ്രമാണം കൊണ്ട് നിരൂപണം ചെയ്യുമ്പോൾ, പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ അതിനെ പരിശോധിക്കുമ്പോൾ ഒടുവിൽ എന്ത് ചെയ്യുന്നു? വിച്ഛിദ്യതേ, മനസ്സിലാകുന്നു. അതിൽ കണ്ട സദ്ബുദ്ധി അതിൻ്റേതല്ല, അതിലുണ്ടായിരുന്ന സദ്ബുദ്ധി അത് സത്യമാണെന്നുള്ള ബുദ്ധി വിച്ഛിദ്യതേ, ഛേദിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ നശിക്കുന്നു. അതാണ് സത്തസ്യ അന്ത. അതാണ് ആ മൃഗതൃഷ്ണികയുടെ അന്തം എന്ന് പറയുന്നത്. അതാണ് മൃഗതൃഷ്ണിക നശിക്കുന്നു എന്ന് പറയുന്നത്. അതാണ്. അതെന്തുകൊണ്ട് പറയുന്നു? മൃഗതൃഷ്ണിക, മരുമരീചിക കാണുന്നു, അത് സത്യമാണെന്ന് വിചാരിക്കുന്നു, അടുത്തു ചെല്ലുന്നു, പ്രത്യക്ഷമായി അടുത്ത് ചെല്ലുമ്പോൾ അത് കാണുന്നില്ല. മനസ്സിലാകുന്നു എന്താണോ? ഇതുവരെ തോന്നിയിരുന്നത് ശരിയല്ല, അത് സത്യമാണ് എന്ന് തോന്നിയിരുന്നത് ശരിയല്ല. അതിന്റെ നാശം എന്ന് പറയുന്നത് എന്താണ്? അത് സത്യമല്ല എന്നറിയുന്നതാണ്, അല്ല ബാഹ്യമായ നാശമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട്? വീണ്ടും അത് കാണും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിന്റെ നാശം എന്ന് പറയുന്നതുകൊണ്ട് ആ വസ്തു സ്വരൂപേണ നശിക്കണമെന്നില്ല, ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ മതി. അത് അതിന്റെ അന്തമായി, അതതിന്റെ നാശമായി എന്നർത്ഥം. അങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതാണ്. അത് അസത്തെന്ന് പറയുന്നതിന് ഇല്ലാത്തത് എന്നുള്ള അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ കാനൽ ജലം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളതായി കാണുന്നതാണ്, ഇല്ല എന്നുള്ള അനുഭവം ഉണ്ടാകുന്നില്ല. പക്ഷെ അത് സത്യമല്ല എന്ന് ബോധിച്ചതിന് ശേഷവും അത് കാണുന്നു. അപ്പൊ ബാഹ്യമായ ഒരു നാശം അതിന് സംഭവിക്കുന്നില്ല. ഒരു വസ്തു കൽപ്പിതമാണ് എന്ന് ബോധിക്കുന്നതിന് അതിന്റെ ബാഹ്യമായ നാശം വേണമെന്നില്ല. അതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. ഒന്നുകൂടി വിശദീകരിക്കുന്നു. എങ്ങനെയാണോ മൃഗതൃഷ്ണികയിൽ സംഭവിക്കുന്നത്, തഥാ ഇമേ ദേഹാഹ സ്വപ്നമായാദേഹാദിവച്ച അന്തവന്തഃ.
നിത്യസ്യ ശരീരിണഃ ശരീരവതഃ അനാശിനഃ അപ്രമേയസ്യ ആത്മനഃ അന്തവന്ത ഇതി ഉക്താഃ വിവേകിഭിഃ ഇത്യർത്ഥഃ. തഥാ ഇമേ ദേഹാഃ പറയുന്നു, ഈ കാണുന്ന ദേഹങ്ങൾ, നിന്റെ ദേഹം, ഈ മുമ്പ് കാണുന്ന ഭീഷ്മ ദ്രോണാദികളുടെ എല്ലാം ദേഹം, അതിനെ മുൻനിർത്തി പറയുകയാണ്. ഇത് വാസ്തവത്തിൽ എങ്ങനെയാണ്? സ്വപ്നമായ ദേഹാദിവച്ച, സ്വപ്നത്തിൽ നീ കണ്ട ഒരു ദേഹത്തെ പോലെ, ഇന്ദ്രജാലത്തിൽ മായ കണ്ട ദേഹത്തെ പോലെ. ഇന്ദ്രജാലികന്മാരും ശരീരങ്ങളെയൊക്കെ ഉണ്ടാക്കി കാണിക്കും. അതുപോലെയുള്ള ദേഹത്തെ പോലെയാണ് അന്തവന്തഃ. എന്നുവെച്ചാൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് നശിച്ചിരിക്കുന്നു. മൃഗതൃഷ്ണിക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് സത്യമല്ല. അതുപോലെ ഈ ശരീരങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ മനസ്സിലാക്കണം ഇത് സത്യമല്ല. അല്ലാതെ ബാഹ്യമായി അത് നശിക്കണമെന്നില്ല, അത് അന്തമുള്ളതാണെന്ന് മനസ്സിലാക്കുന്നതിന്. സത്യമല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ശരീരങ്ങൾ ആർക്കുള്ളതാണ്? നിത്യസ്യ ശരീരിണഃ ശരീരി, അത് തന്നെ പറയുന്നു ശരീരവതഃ, ശരീരമുള്ള ഒന്നിന്റെ, എന്തിന്റെ? ആത്മാവിന്റേതാണ്. അതെങ്ങനെയുള്ളതാണ് ആത്മാവ്? അനാശിനഃ. ശ്ലോകത്തിൽ പറയുന്നു നിത്യസ്യ ശരീരിണഃ അനാശിനഃ അപ്രമേയസ്യ. അതിനോരോന്നിനും വ്യാഖ്യാനിക്കുകയാണ്. അനാശിനഃ അപ്രമേയസ്യ, എന്താണത്? ശരീരി, ശരീരവാൻ, അനാശി, അപ്രമേയം എന്നെല്ലാം എന്തിനെ പറയുന്നു? ആത്മനഃ, ആത്മാവിനെ. നിന്റെ തന്നെ സ്വരൂപത്തെക്കുറിച്ച് പറയണം. അപ്പം നിന്റെ സ്വരൂപം നശിക്കാത്തതും നിന്റെ ശരീരം നശിക്കുന്നതുമാണ്. അന്തവന്തഃ, അങ്ങനെ ഈ കാണുന്ന ശരീരങ്ങളെല്ലാം നാശമുള്ളതാണ്. ഇതി ഉക്താഹ നിത്യസ്യ ഇതി ഉക്താഹ എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ആര്? വിവേകിഭിഹി, വിവേകികൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇത്യർത്ഥം, അതാണ് അതിന്റെ താല്പര്യം. നിത്യസ്യ അനാശിനഃ ഇതി ന പുനരുക്തം. ഇവിടെ നിത്യസ്യ അനാശിനഃ എന്ന് പറഞ്ഞു. നിത്യം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്. അപ്പൊ പുനരുക്തി ദോഷം വരും. ഒരു കാര്യം പറഞ്ഞതിന് ശേഷം വീണ്ടും അതിനെ ആവർത്തിക്കുക. ഇനി വേറെ സന്ദർഭത്തിൽ പറയും ഇവിടെ പുനരുക്തി ദോഷമില്ല, ആധ്യാത്മിക ചർച്ചയിലെന്ന് പറയും. എന്നാൽ സാമാന്യ ഭാഷാ നിയമം അനുസരിച്ച് പറയുകയാണ് ഇവിടെ പുനരുക്തിയില്ലേ, പറഞ്ഞ കാര്യത്തല്ലേ വീണ്ടും പറയുന്നത്, വ്യർത്ഥമാണ്. നിത്യസ്യ അനാശിന ഇതി ന പുനരുക്തം. പക്ഷെ അങ്ങനെ സംശയിക്കേണ്ട, ഇവിടെ പുനരുക്തിയില്ല. എന്തുകൊണ്ട്? നിത്യത്വസ്യ ദ്വിവിധത്വാദ് ലോകേ. ലോകത്തിൽ നിത്യത്വം എന്ന് പറയുന്നതിന് രണ്ടു തരത്തിലുണ്ട്. ആ രണ്ടു തരത്തിലുള്ള നിത്യത്തെയും നിത്യത്വത്തെയും നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. നാശസ്യജ, നാശവും രണ്ടു തരത്തിലുണ്ട്. നിത്യം എന്ന് പറയുന്നതും ഈ പ്രപഞ്ചത്തിൽ രണ്ടു തരത്തിൽ നിത്യമുണ്ട്, രണ്ടു തരത്തിൽ നാശമുണ്ട്. എങ്ങനെ വിശദീകരിക്കുന്നു? യഥാ ദേഹോ ഭസ്മീഭൂതഃ അദർശനം ഗതോ നഷ്ട ഉച്യതേ. നമ്മുടെ ശരീരത്തെ തന്നെ ഉദാഹരണമായിട്ടെടുക്കാം. ശരീരം ഭസ്മീഭൂതഃ, മരിച്ചു ഭസ്മമായി. അദർശനം ഗതഃ, കണ്ണിൽ നിന്നും അത് മറഞ്ഞു പോകുന്നു, കാണാൻ കഴിയാതെയാകുന്നു. അപ്പോൾ നമ്മൾ പറയും എന്താണ്? നഷ്ട ഉച്യതേ, നഷ്ടമായി എന്ന് പറയും. ശരീരം നശിച്ചു, നഷ്ടമായി. ഇനി ഇതൊരു നാശം. മറ്റൊരു തരത്തിലുമുണ്ട് നാശം. എങ്ങനെ? വിദ്യമാനോപി യഥാ അന്യത പരിണതോ വ്യാധ്യാദി യുക്തോ ജാതോ നഷ്ട ഉച്യതേ. ഇനി ശരീരം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. വിദ്യമാനോപി, ശരീരമുണ്ട്. യഥാ അന്യത പരിണതോ, ആ ശരീരം ക്ഷീണിക്കുന്നു. അന്യഥ, മറ്റൊരു തരത്തിൽ ഇതുവരെ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് മാറി പരിണമിക്കുന്നു. എങ്ങനെ? വ്യാധ്യാദിയുക്തോ, രോഗവും മറ്റും പിടിപെടുന്നു. വ്യാധ്യാദിയുക്തമായിത്തീരുന്നു. യുക്തോ ജാത, അങ്ങനെ ആയിത്തീരുന്നു. വ്യാധ്യാദിയുക്തോ ജാത, രോഗത്തോട് കൂടിയതായിത്തീരുന്നു. അപ്പോൾ എന്ത് പറയുന്നു? നഷ്ടവുച്ചത്. അപ്പോൾ പറയുന്നു നശിച്ചു. അപ്പോൾ അത് മറ്റൊരു നാശം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ സർവ്വവസ്തുക്കൾക്ക് രണ്ടു തരത്തിൽ നാശമുണ്ടാകും. ഒന്ന്, അത് നശിച്ച് നാമാവശേഷമായി പോവുക, കാണാനേ കഴിയാതാവുക. മറ്റത് കണ്ടുകൊണ്ടിരിക്കുക തന്നെ അതിന് പരിണാമങ്ങൾ സംഭവിക്കുക, അതിന്റെ രൂപം മാറിപ്പോകുക. തത്ര നിത്യസ്യ അനാശിന ഇതി ദ്വിവിധേനാവി നാശേന അസംബന്ധസ്യത്യർത്ഥഃ. അപ്പോൾ ഒരു ജീവൻ ഈ ശരീരത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് അയാൾ
തന്റെ നാശത്തെ കാണുന്നു, സങ്കല്പിക്കുന്നു. താൻ നശിച്ച് പൂർണ്ണമായും നശിച്ചു പോകുന്നു. ആ നാശം എന്താണ്? മറ്റ് ശരീരങ്ങൾ നശിക്കുന്ന കണ്ടിട്ട് തന്റെ ശരീരത്തിനും ആ നാശത്തെ ആരോപിച്ചിട്ട് താൻ നശിച്ചു പോകുന്നതാണ് എന്ന് കരുതുന്ന എവിടെ? സ്വന്തം ശരീരത്തെക്കുറിച്ചാണ്. അതുപോലെ മറ്റ് ശരീരങ്ങൾ ക്ഷീണിക്കുന്ന കണ്ട് പരിണമിക്കുന്ന കണ്ടിട്ട് സ്വന്തം ശരീരത്തെക്കുറിച്ചും അങ്ങനെ കരുതുന്നു. ഇതും ക്ഷീണിക്കുന്നതാണ്, പരിണമിക്കുന്നതാണ്. പക്ഷെ അയാൾ അത് ശരീരമായി മനസ്സിലാക്കാതെ താൻ ക്ഷീണിക്കുന്നു, താൻ എന്നിങ്ങനെ കാണുന്നു. അങ്ങനെ തന്നിൽ അങ്ങനെ നാശത്തെയും പരിണാമത്തെയും ക്ഷീണത്തെയും കാണുന്നത് അത് കേവലം ശരീരസംബന്ധിയാണ്, ആത്മാവിനെ കുറിച്ചല്ല എന്നാണ്. ആത്മാവിലത് സംഭവിക്കുന്നില്ല എന്നാണ്. തത്ര നിത്യസ്യ അനാശന ഇതി, ഈ രണ്ട് ശബ്ദങ്ങളുകൊണ്ടും ദ്വിവിധേനാവി നാശേന അസംബന്ധസ്യ ഇത്യർത്ഥ. അസംബന്ധസ്യ ഇത്യർത്ഥ. രണ്ട് നാശങ്ങളും ഈ ശരീരത്തിനെ സംഭവിക്കുന്നുള്ളൂ, തന്നിൽ സംഭവിക്കുന്നില്ല എന്ന് അർജുനൻ മനസ്സിലാക്കണം. അതിനുവേണ്ടി പറയുകയാണ്. അന്യഥ പൃഥിവ്യാധിപതി അപി നിത്യത്വം സ്യാദ് ആത്മനഃ. നിത്യം എന്ന് പറയുന്നത് കൊണ്ട് ആത്മാവ് നിത്യമാണ്. അത് പരിണാമി നിത്യമല്ല. പൃഥിവി അത് പരിണാമി നിത്യമാണ്. പൃഥിവി എന്ന് പറയുമ്പോൾ മണ്ണ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, മണ്ണും കല്ലും വൃക്ഷവും ചെടികളും നമ്മുടെ ശരീരവും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ഈ പൃഥിവി, ഇതിനെയും നിത്യമെന്നാണ് പറയുന്നത്. എങ്ങനെ? കൽപ്പാതി തുടങ്ങി കൽപ്പാന്തം വരെ നിലനിൽക്കുന്നു. വീണ്ടും അടുത്ത കൽപ്പത്തിൽ വീണ്ടും ഇത് ആവിർഭവിക്കുന്നു, വിലയം പ്രാപിക്കുന്നു. ഇത് പരിണാമി നിത്യം എന്ന് പറയും. പരിണമിച്ചുകൊണ്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെയും നമുക്ക് നിത്യം എന്ന് പറയാം. ആപേക്ഷികമായ നിത്യത്വം ഈ പൃഥ്വിയിലുമുണ്ട്. കാരണം ഇത് നമ്മുടെ ശരീരം നശിച്ചാലും അത് പൃഥ്വിയോട് ചേരുന്നു, വീണ്ടും മറ്റൊരു ശരീരമായി രൂപാന്തരപ്പെടുന്നു. അങ്ങനെ പൃഥ്വി രൂപത്തിൽ അതെന്നും നിലനിൽക്കുന്നു. അതുകൊണ്ടത് നിത്യമാണ്. പക്ഷെ അത് വികാരങ്ങൾ സംഭവിച്ച് പൃഥ്വി നിലനിൽക്കുന്നതുകൊണ്ട് ആ നാശം എന്ന് പറയുന്നത് ഈ മണ്ണിൽ കാണുന്ന ചെടികളുടെയും വൃക്ഷങ്ങളുടെയും ശരീരത്തിന്റെയും നാശമല്ല, മൊത്തം ഈ പൃഥ്വി തന്നെ സ്വയം സദാ പല രൂപത്തിൽ പരിണമിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ കൽപ്പാതി കൽപ്പാന്തം വരെ നിലനിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെ പരിണാമി നിത്യം എന്ന് പറയും. സാഖ്യന്മാരും മറ്റും പ്രകൃതിയെ പരിണാമി നിത്യം എന്ന് പറയുന്നു. അതിനവിടെ സൂചിപ്പിക്കുകയാണ്. അന്യഥ പൃഥിവ്യാധിപതപി, പൃഥിവ്യാദികളെ പോലെ പൃഥിവി അതുപോലെയുള്ള എല്ലാ ഭൂതങ്ങളെയും എടുക്കാം. നിത്യത്വം സ്യാദാത്മന, ആത്മാവിനും നിത്യത്വം വരും, പരിണമിച്ചു മാറുന്ന നിത്യത്വം. തതുമാഭൂത്, അത് പാടില്ല, അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് നിത്യസ്യ അനാശിന ഇത്യാഹ. അതുകൊണ്ട് ഇവിടെ നിത്യസ്യ എന്ന് പറഞ്ഞു, വീണ്ടും അനാശിന എന്നുകൂടി പറഞ്ഞു. അപ്രമേയസ്യ ന പ്രമേയസ്യ പ്രത്യക്ഷാദി പ്രമാണൈഹി അപരിച്ഛേദ്യസ്യ. ആത്മാവ് അപ്രമേയമാണെന്ന് പറയുന്നു. പ്രമേയം, പ്രമയ്ക്ക് വിഷയമായിരിക്കുന്നതാണ് പ്രമേയം. പ്രമ യഥാർത്ഥമായ അനുഭവം, യഥാർത്ഥ അനുഭവത്തിന് പ്രമ എന്ന് പറയുന്നു. ഈ പുസ്തകം ഞാനിപ്പോൾ അറിയുന്നു, ഇത് പുസ്തകമാണ് എന്നറിയുന്നു. പുസ്തകത്തെ ഞാൻ പുസ്തകമായി തന്നെ അറിയുന്നു. എന്റെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അറിവിനെ പ്രമ എന്ന് പറയാം. എന്തുകൊണ്ട്? ഈ പുസ്തകത്തെ ഞാൻ പുസ്തകമായി തന്നെ അറിഞ്ഞു. അങ്ങനെ അറിയുമ്പോൾ ആ പ്രമയ്ക്കൊരു വിഷയമുണ്ട്. ഏതിനെയാണോ അറിയുന്നത് അതിനെ വിഷയം എന്ന് പറയുന്നു. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഏതിനെ നമ്മൾ അറിയുന്നുവോ അതിനെ അറിവിന്റെ വിഷയം എന്ന് പറയും. ആ അറിവിന്റെ വിഷയത്തിനെയാണ് പ്രമേയം എന്ന് പറയുന്നത്. പ്രമയ്ക്ക് വിഷയമായിരിക്കുന്നത് പ്രമേയം. ഏതൊരു വസ്തുവിനെ കുറിച്ചാണോ യഥാർത്ഥമായ അറിവുണ്ടാകുന്നത്, ആ അറിവിന്റെ വിഷയമായിരിക്കുന്ന വസ്തു അത് പ്രമേയം. ജീവന് ഓരോ വിഷയങ്ങളെക്കുറിച്ചും അറിവുണ്ടാകുമ്പോൾ, ആ ഓരോ വിഷയങ്ങളും യഥാർത്ഥമായ അറിവുണ്ടാകുമ്പോൾ അത് പ്രമേയമായിരിക്കുന്നു. ആത്മാവാണെങ്കിലോ അപ്രമേയസ്യ, അത് അപ്രമേയമാണ്.
ജീവന്റെ യഥാർത്ഥമായ അറിവിന്, പ്രപഞ്ച വസ്തുക്കളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ യഥാർത്ഥമായ അറിവ്, അതിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ച വസ്തുക്കളെക്കുറിച്ച് നമുക്ക് രണ്ടു തരത്തിലുള്ള അറിവുണ്ടെന്ന് പ്രമ, മറ്റൊന്ന് അപ്രമ. ഒന്ന് യഥാർത്ഥമായ അറിവ്, മറ്റൊന്ന് അയഥാർത്ഥമായ അറിവ്. പുസ്തകത്തെ പുസ്തകമായി തന്നെ കാണുമ്പോൾ അത് പ്രമ. അതിനെ മറ്റെന്തെങ്കിലുമാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അത് അപ്രമ, ഭ്രമം. അതിനുദാഹരണമാണ് രജ്ജുസർപ്പവും മറ്റും. അപ്പൊ അങ്ങനെ ഉള്ള പ്രമയ്ക്ക്, ജീവന് പ്രപഞ്ചത്തെക്കുറിച്ച് സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രമ അനുഭവം അതിന് വിഷയമല്ല. ജീവന്റെ ആ പ്രമയ്ക്ക് വിഷയമല്ല ആത്മാവ്, അത് അപ്രമേയമാണ്. ന പ്രമേയസ്യ. എങ്ങനെ? പ്രത്യക്ഷാദി പ്രമാണൈഹി. അത് വിശദീകരിക്കുന്നു. പ്രത്യക്ഷാദി പ്രമാണങ്ങളെ കൊണ്ട് പ്രമേയമല്ല. പ്രമാണം, പ്രമ, പ്രമേയം. ഇവിടെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. പ്രമാണം എന്ന് പറയുന്നത് പ്രമ, കരണം. പ്രമ യഥാർത്ഥ അനുഭവത്തെ നമുക്കുണ്ടാക്കിത്തരുന്നതിന്, ജീവൻ ഉണ്ടാക്കിത്തരുന്നതിന് ആ ജീവൻ ഉപയോഗിക്കുന്ന ഉപകരണം, കരണം, ഉപകരണം എന്നർത്ഥം. അല്ലെങ്കിൽ ജീവൻ അത്യന്തം അപേക്ഷിക്കുന്നത്, ഒരു ജീവന് പ്രമ യഥാർത്ഥമായ അനുഭവം ഉണ്ടാകുന്നതിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ആ ജീവൻ അപേക്ഷിക്കുന്നു എന്നതാണ് പ്രമാണം, പ്രമയ്ക്ക് ഉപകരണമായിരിക്കുന്നത്. പ്രമാണത്തിൽ നിന്നും പ്രമയുണ്ടാകുന്നു. പ്രമയുടെ വിഷയം പ്രമേയം. അങ്ങനെ ഈ മൂന്ന് ശബ്ദങ്ങളുടെയും അർത്ഥത്തെ വ്യക്തമായി മനസ്സിലാക്കണം. ജീവന്റെ ഉപകരണം, പ്രമയുണ്ടാകുന്നതിനുള്ള ഉപകരണം കരണം. അങ്ങനെയാണോ നമുക്ക് എഴുതുന്നതിന് പേന ഉപകരണമായിരിക്കുന്നത്, അതുപോലെ ജീവന് യഥാർത്ഥമായ അനുഭവം ഉണ്ടാകുന്നതിന് പ്രമാണം ആവശ്യമാണ്. അതിനെന്താണ് സഹായിക്കുന്നത്? അതിനെ പ്രമാണം എന്ന് പറയും. അത് സാധാരണഗതിയിൽ പ്രത്യക്ഷ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് ഈ വസ്തുവിനെ അറിഞ്ഞിട്ട്, ഈ പുസ്തകത്തെ ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു, കാണുമ്പോൾ എനിക്ക് ഉള്ളിൽ ഇത് പുസ്തകം എന്നുള്ള ഒരറിവുണ്ടാകുന്നു. അങ്ങനെ ഒരറിവുണ്ടാകുന്നതുകൊണ്ട് കണ്ണ് അത് പ്രത്യക്ഷ പ്രമാണമാണ് എന്ന് പറയും. കേട്ടറിഞ്ഞു കഴിഞ്ഞാൽ ചെവി പ്രത്യക്ഷ പ്രമാണമാണ്. മണത്തറിയുമ്പോൾ മൂക്ക് പ്രത്യക്ഷ പ്രമാണമാണ്. രുചിച്ചറിയുമ്പോൾ നാക്ക് പ്രത്യക്ഷ പ്രമാണമാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളായി പ്രത്യക്ഷ പ്രമാണങ്ങൾ. അപ്പോൾ ഇന്ദ്രിയങ്ങളെ അത് സാമാന്യമായി പറയുകയാണ്. അദ്വൈത ചർച്ചയിൽ പ്രമാണങ്ങളെ വൃത്തികളായിട്ട് സ്വീകരിക്കും. ഇവിടെ നമ്മൾ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷാദി പ്രമാണങ്ങളെന്ന് പറയുന്നതുകൊണ്ട് പ്രത്യക്ഷ പ്രമാണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ പ്രത്യക്ഷ പ്രമാണങ്ങളാണ്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്ന വിഷയങ്ങൾ അതെല്ലാം എന്താണ്? ആ പ്രമാണത്തിന്റെ സഹായത്തോടുകൂടി പ്രമ ഉണ്ടായി, പ്രമ ഉള്ളിലുണ്ടാകും, അന്ധകരണത്തിൽ പ്രമയുണ്ടാകും. ആ പ്രമയ്ക്ക് ആ വിഷയങ്ങൾ വിഷയമാകുന്നു. ആ പ്രമ വിഷയമാകുന്നതുകൊണ്ട് അതിനെ പ്രമേയങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ, ഇതാണ് നമ്മുടെ മുഖ്യമായ പ്രമേയങ്ങൾ. സദാ ജീവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനോട് ചേർന്ന് എല്ലാ വിഷയങ്ങളെയും അറിയുന്നു. അപ്പോൾ ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങളാണ് പ്രമേയങ്ങൾ. ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ പ്രത്യക്ഷ പ്രമാണം, സർവ്വജീവന്മാരും ഉപയോഗിക്കുന്ന പ്രമാണം. ജീവൻ അതിനെ അറിയുന്നു. ആ ജീവനെ പ്രമാതാവ്, അറിയുന്നവനെ, ജീവൻ അറിയുന്ന ഭാവത്തിലിരിക്കുമ്പോൾ അതിനെ പ്രമാതാവ് എന്ന് പറയുന്നു. അപ്പോൾ പ്രമാതാവ്, പ്രമാണം, പ്രമ, പ്രമേയം, ഈ ശബ്ദങ്ങൾ ആവർത്തിച്ചു വരുന്നതാണ്. അതിനെക്കുറിച്ച് ഇത് അദ്വൈതത്തിലെ പ്രകരണ ഗ്രന്ഥങ്ങൾ, ഇതിനെല്ലാം പ്രത്യേക പ്രത്യേക പരിഭാഷകളും അതിന് പ്രത്യേകമായ ഡെഫിനിഷൻസും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പൊതുവെ പറയുകയാണ് ഇവിടെ പ്രമേയസ്യ,
പ്രമയ്ക്ക് വിഷയമായിരിക്കുന്നതാണ് പ്രമേയം. പ്രമാണത്തിൽ നിന്ന് ജന്യമാകുന്നതാണ്, പ്രമാണത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് പ്രമേയജന്യം എന്ന് പറയും, ഉണ്ടാകുന്നതാണ്. ഇക്കാര്യം ഞാൻ ഇത്ര തറപ്പിച്ച് പറയുന്നത് ഇവിടെയൊക്കെ മലയാള വ്യാഖ്യാനങ്ങളിലൊക്കെ ആശയക്കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ഉറപ്പിച്ച് പറയുന്നത്. മലയാളം വായിക്കുന്നവർ വളരെ സൂക്ഷിക്കുന്നു. പ്രത്യക്ഷാദി പ്രമാണൈഹി, പ്രത്യക്ഷം തുടങ്ങിയ എന്ന് പറഞ്ഞു. പ്രമാണങ്ങൾ വേറെയുണ്ട്. പ്രമാണം, പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, അർത്ഥാപത്തി, അനുപലബ്ധി, ഇങ്ങനെ പ്രമാണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ പ്രമാണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗം അത് അദ്വൈതത്തിൽ മാത്രമല്ല, മീമാംസയിൽ, ന്യായദർശനത്തിൽ എല്ലാമാണ് ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചകളെല്ലാം വളരെ സങ്കീർണവും സാധാരണഗതി മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുമാണ്. വളരെ ഗഹനമായ ചർച്ചകൾ ഈ ഓരോ പ്രമാണത്തെക്കുറിച്ച്, ഈ പ്രമാണങ്ങളുടെ സ്വരൂപം എന്താണ്, അതെങ്ങനെയാണ് പ്രമേയം ഉണ്ടാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മറ്റ് ശാസ്ത്രങ്ങളിൽ ചർച്ച ചെയ്ത് അതിൽ നിന്ന് മനസ്സിലാക്കും. ഇവിടെ ഇപ്പോൾ അത്തരം ചർച്ചകളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ പ്രത്യക്ഷാദി, പ്രത്യക്ഷം തുടങ്ങിയ പ്രമാണങ്ങളെന്ന് പറയുന്നു. പ്രത്യക്ഷം എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കുന്നു, ചാർവാകൻ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുന്ന ഒരു പ്രമാണമാണ്. കാരണം കണ്ണുകൊണ്ട് കാണുന്നു, അതിലാർക്കും എതിരഭിപ്രായമില്ല. കാണുമ്പോൾ ശരിയായ അനുഭവം ഉണ്ടാകുന്നു, ഒരു വസ്തുവിനെ ആ വസ്തുവായി അറിയുന്നു, പ്രമ. അപ്പോൾ പ്രത്യക്ഷ പ്രമാണത്തിൽ നിന്ന് ഉണ്ടാകുന്ന പ്രമേയെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ആ പ്രമയ്ക്ക് വിഷയമായി ഒരു പ്രമേയം, അത്തരം കാര്യങ്ങളിലൊന്നും ആർക്കും തർക്കമില്ല. അപ്പോൾ ഒരു ജീവനിൽ പ്രമാണം പ്രവർത്തിച്ച് വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രമ അന്ധകരണത്തിലുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ പറയും എന്താണ്, പ്രമാണത്തിലൂടെ പ്രമ ഉണ്ടായി, ആ പ്രമ വിഷയത്തെ പരിച്ഛേദിക്കുന്നു എന്ന് പറയും. വിഷയം പരിച്ഛേദ്യമാകുന്നു. പ്രമയ്ക്ക് ഒരു വസ്തു വിഷയമാകുമ്പോൾ ആ വിഷയം എന്ത് ചെയ്യുന്നു, പരിച്ഛേദ്യമാകുന്നു എന്ന് പറയും. പരിച്ഛേദ്യമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നു എന്നർത്ഥം. പക്ഷെ അറിയുന്നു എന്ന് പറയാതെ ഇവിടെ പരിച്ഛേദ്യം എന്നുള്ള എന്തുകൊണ്ടാണ് പ്രയോഗിച്ചത്? പരിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഛേദിക്കുക. ഛേദിക്കുക എന്ന് വെച്ചാൽ അതിനെ മുറിക്കുക, അതിനെ കഷണങ്ങളാക്കുക, ചെറുതാക്കുക. പരിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ പരിമിതപ്പെടുത്തുക, ഉൾക്കൊള്ളുക. ഒരു വിഷയത്തെ ഈ പ്രമാണത്തിലൂടെ, പ്രമാണം ഉപയോഗിച്ച് അറിയുമ്പോൾ വാസ്തവത്തിൽ ആ വിഷയത്തിന് എന്ത് സംഭവിക്കുന്നു? ആ വിഷയം പരിച്ഛേദ്യമാവുകയാണ്. അതായത് അറിവിനത് കീഴ്പ്പെട്ടു പോവുകയാണ്. ആ അറിവ് അതിനെ ഉൾക്കൊള്ളുന്നു. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ അറിവെന്ത് ചെയ്യുന്നു? അതിനെ പരിമിതപ്പെടുത്തുന്നു. അറിവിന് ആ വസ്തു കീഴടങ്ങിപ്പോയി എന്നർത്ഥം. അറിവുകൊണ്ട് അതിനെ പരിമിതപ്പെടുത്തി, അറിവ് അതിനെ ഉൾക്കൊണ്ടു കഴിഞ്ഞു. ആ വസ്തു തുച്ഛമായി അറിവിനെ സംബന്ധിച്ചിടത്തോളം, കാരണം അതിന് കീഴടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്, അതിനെ അറിവ് ഉൾക്കൊണ്ടു കഴിഞ്ഞു. അറിവിന്റെ ഉള്ളിൽ വസ്തു ഒതുങ്ങിപ്പോയി. ആത്മാവിനെ ഇതുപോലെ പരിച്ഛേദിക്കാൻ സാധ്യമല്ല, അറിവ് കൊണ്ട് അതിനെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല, അറിവിൽ അതിനെ പരിമിതപ്പെടുത്താൻ, പരിച്ഛിന്നമാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പറയുന്നു അപരിച്ഛേദ്യസ്യ, ഇത് അപരിച്ഛേദ്യമാണ്. ആത്മാവ് പ്രത്യക്ഷാദി പ്രമാണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഭ്രമ കൊണ്ട് അതിനെ പരിച്ഛേദിക്കാൻ, പരിമിതപ്പെടുത്താൻ സാധ്യമല്ല. അപരിച്ഛേദ്യസ്യ ഇത്യർത്ഥഃ. അതുകൊണ്ടാണ് അവിടെ അപരിച്ഛേദ്യം എന്നുള്ള പദം പ്രയോഗിച്ചത്. അവിടെ ഒരു ചോദ്യമാണ്, ജിജ്ഞാസ ചോദിക്കുകയാണ്, നനു ആഗമേന ആത്മാ പരിച്ഛിദ്യതേ പ്രത്യക്ഷാദിനാച പൂർവം. അവിടെ ഒരാൾ ചോദിക്കുകയാണ്, ആഗമം, ശ്രുതി, ആഗമേന ശ്രുതി കൊണ്ട്, വേദം കൊണ്ട് ആത്മാ പരിച്ഛിദ്യത, ആത്മാവ് പരിച്ഛേദിക്കപ്പെടുന്നുണ്ടല്ലോ. ശ്രുതി ആത്മാവിനെ ബോധിപ്പിക്കുന്നു. തത്വമസി, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങളുണ്ടല്ലോ, അതാണല്ലോ ഇതിനെ ബോധിപ്പിക്കുന്നത്. അജ്ഞാതമായിരിക്കുന്നതിനെ
ബോധിപ്പിക്കുന്നത്. അങ്ങനെ പ്രമാണത്തിന് ലക്ഷണം പറയും. അജ്ഞാതജ്ഞാപകം, അജ്ഞാതമായിരിക്കുന്ന ഒന്നിനെ ബോധിപ്പിക്കുന്നതാണ് പ്രമാണം. പ്രത്യക്ഷം, അനുമാനം എന്ന് വരുന്ന പട്ടികയിൽ വരുന്നതാണ് ആഗമം, ശ്രുതി. ശ്രുതി ഒരു പ്രമാണമാണ്. ശ്രുതിയെ അന്ത്യപ്രമാണം എന്ന് പറയും. ഏറ്റവും പ്രബലമായ പ്രമാണമാണ് ശ്രുതി. പ്രത്യക്ഷാദികളെ അപേക്ഷിച്ച് അതിന് ബലമുണ്ട്. എന്തുകൊണ്ടത് അപൂർവമായ പ്രത്യക്ഷാദി പ്രമാണങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത വിഷയങ്ങളെ കൂടി അത് ബോധിപ്പിക്കുന്നുണ്ട്. യാഗം, സ്വർഗം തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ ബോധിപ്പിക്കാൻ ശ്രുതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടത് പ്രബലമാണ് മറ്റുള്ള പ്രമാണങ്ങളെ അപേക്ഷിച്ച്. ഔപനിഷദം പുരുഷം എന്ന് പറയുന്നു. ഉപനിഷത്ത് എന്ന പ്രമാണം കൊണ്ട് ബോധിപ്പിക്കപ്പെടുന്നതായ പുരുഷൻ ആത്മാവ് എന്നാണ് ആത്മാവിനെ കുറിച്ച് വേദം തന്നെ പറയുന്നത്. അങ്ങനെ വേദം ബോധിപ്പിക്കുന്ന ഈ ആത്മാവ് പ്രത്യക്ഷ പ്രമാണത്തിലൂടെ ബോധിക്കുന്നില്ലെങ്കിലും ആഗമം എന്നുള്ള പ്രമാണത്തിലൂടെ ആത്മാവ് പരിച്ഛേദിക്കപ്പെടുന്നുണ്ടല്ലോ. എങ്ങനെ? ആഗമം എന്ന പ്രമാണത്തിൽ നിന്നും ബോധം, അറിവ്, ആത്മാവിനെ കുറിച്ചുള്ള അറിവുണ്ടാകുന്നു. ആ അറിവിന് ആത്മാവ് പ്രമേയമാകുന്നു. അപ്പോൾ അറിവ് അതിനെ പരിച്ഛേദിക്കുന്നു, പരിമിതപ്പെടുത്തുന്നു എന്നർത്ഥം. അത് മുഖ്യമായ പ്രമാണമായതുകൊണ്ട് അതിനെ പറഞ്ഞു. ഇനി അത് മാത്രമല്ല, പ്രത്യക്ഷാദിനാചപൂർവം, പ്രത്യക്ഷാദി മറ്റ് പ്രമാണങ്ങൾ കൊണ്ടും ആത്മാവിനെ അറിയാം എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നർത്ഥം. ആത്മാവ് അജ്ഞാതമായൊരു വസ്തുവല്ല എന്നർത്ഥം. ഒരു വസ്തു തികച്ചും അജ്ഞാതമാണെങ്കിൽ അതിലൊരു പ്രമാണങ്ങൾക്കും പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. നമുക്കൊരു വസ്തുവിനെ അറിയുന്നേ ഇല്ല, പൂർണ്ണമായും അത് അജ്ഞാതമാണ്. പിന്നെ പ്രമാണങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. പ്രമാണങ്ങളിലൂടെ അതിനെ അറിയാൻ ഒരാൾ പ്രയത്നിക്കത്തില്ല. ഒരു വസ്തുവിനെ കുറിച്ച് ഏകദേശം എന്തെങ്കിലും ഒരു അറിവ് വേണം. അപ്പോഴാണ് അവിടെ പ്രമാണം പ്രവർത്തിക്കുന്നത്, ഏതെങ്കിലും തരത്തിൽ. ആത്മാവ് പ്രത്യക്ഷമാണോ എന്ന് പറയുന്നവരുണ്ട്. എന്തുകൊണ്ട്? ആത്മാവെന്ന് വെച്ചാൽ തന്നെ അറിയാത്ത ആരുമില്ല, സ്വയം അറിയാത്ത ആരുമില്ല. എല്ലാവരും അഹമഹം, താൻ, ഞാൻ എന്നിങ്ങനെ തന്നെ അറിയുന്നുണ്ട്. അപ്പോൾ പ്രത്യക്ഷ വിഷയമാണല്ലോ ആത്മാവ്. പ്രത്യക്ഷ പ്രമാണം കൊണ്ട് ആത്മാവിനെ അറിയുന്നുണ്ടല്ലോ. അവിടെ മനസ്സിനെ പ്രമാണമായി സ്വീകരിക്കാം. മനസ്സിലൂടെ, മനസ്സെന്ന പ്രമാണം കൊണ്ട് ആത്മാവിനെ അറിയുന്നു, ആത്മാവ് വിഷയമാകുന്നു. അനുമാനിക്കാം. എങ്ങനെ അനുമാനിക്കും? ഈ ഇന്ദ്രിയങ്ങളും മറ്റും പ്രവർത്തിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരാളുണ്ട്. ആരാണോ ഇന്ദ്രിയങ്ങളെയും മറ്റും പ്രവർത്തിപ്പിക്കുന്നത്, അതാണ് ആത്മാവ് എന്നിങ്ങനെ തന്നെ തന്റെ സ്വരൂപത്തെ അറിയാം. അല്ല, ചില വൈശേഷികന്മാരും മറ്റും ആത്മാവ് പ്രത്യക്ഷ വിഷയമാണെന്ന് സമർത്ഥിക്കുന്നുണ്ട്. അഹം എന്നുള്ള അനുഭവത്തിലുള്ള ആത്മാവ് പ്രത്യക്ഷമാകുന്നു. അത് മാത്രമല്ല, ഇനി ആഗമം, വേദം അതാണല്ലോ പ്രമാണമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ആ വേദപ്രമാണത്തിലൂടെ ആത്മാവിനെ അറിയുന്നിടത്തും പ്രത്യക്ഷ സഹായിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? വേദമെന്ന് പറയുന്നത് ശബ്ദമാണ്. ശബ്ദത്തെ കേൾക്കുന്നു. ശബ്ദത്തെ കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ പ്രത്യക്ഷ പ്രമാണം വേണം. ഏത്? ശ്രവണേന്ദ്രിയം. ശ്രവണേന്ദ്രിയം കൊണ്ട് ശബ്ദത്തെ കേട്ട് അതിന്റെ അർത്ഥത്തെ മനസ്സുകൊണ്ട് ധരിച്ച് വേദത്തിലെ വിഷയങ്ങളെ അറിയുന്നു. അപ്പൊ വേദം പറയുന്ന ഏത് കാര്യം അറിയണമെങ്കിലും, വേദം മുഖ്യമായ പ്രമാണമാണ്, അറിയണമെങ്കിലും ശ്രവണേന്ദ്രിയത്തിന്റെ സഹായം വേണം. അപ്പം വേദത്തിലൂടെ ആത്മാവിനെ അറിയുന്നതിനും പ്രത്യക്ഷ പ്രമാണമായിരിക്കുന്ന ശ്രവണേന്ദ്രിയത്തിന്റെ സഹായമുണ്ട്. അതുകൊണ്ട് പ്രത്യക്ഷ പ്രമാണത്തിൽ നേരിട്ടല്ലെങ്കിലും പ്രത്യക്ഷ പ്രമാണത്തിന് ആത്മാവ് വിഷയമാണ് എന്ന് പറയാം. വേദം ശ്രവിക്കുന്നു. ആ ശ്രവണത്തിലൂടെ ശബ്ദത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു, തുടർന്ന് അർത്ഥബോധം ഉണ്ടാകുന്നു, ആത്മാവെന്നുള്ള ഒരു വസ്തുവിനെ അറിയുന്നു. അപ്പോൾ വേദം പ്രത്യക്ഷ പ്രമാണത്തെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും പ്രത്യക്ഷം, അനുമാനം, ഉപമാനം തുടങ്ങിയ പ്രമാണങ്ങളിലൂടെ ആത്മാവിനെ അറിയാം. മറ്റു പ്രമാണങ്ങളിലൂടെ അറിയുന്നത് എങ്ങനെ എന്നുള്ളത് ആ പ്രമാണത്തെ കുറിച്ച് നമ്മൾ ശരിക്ക് മനസ്സിലാക്കിയാലേ അത് മനസ്സിലാകത്തുള്ളൂ. മറ്റു പ്രമാണങ്ങളിലൂടെ അറിയാം എന്നാണ് പൂർവക്ഷി പറയുന്നത്. അതാണ് പ്രത്യക്ഷാദിന. അതിനെ ഇവിടെ നിഷേധിക്കുന്നു. വേദം അല്ലെങ്കിൽ പ്രത്യക്ഷം തുടങ്ങിയ ഒരു പ്രമാണങ്ങളും ആത്മാവിനെ ശരിയായി
ബോധിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? അതിന്റെ ആവശ്യമില്ല. ആത്മാവിനെ ബോധിപ്പിക്കുന്നതിന് ഒരു പ്രമാണത്തിന്റെയും ആവശ്യമില്ല. എന്തുകൊണ്ട്? ആത്മനഃ സ്വതസിദ്ധത്വ. ആത്മാവ് അത് ഒന്ന് മാത്രമേ സ്വതസിദ്ധമായിട്ടുള്ളൂ. ആത്മാവ് ഒരു വസ്തു മാത്രം, ഒരു പ്രമാണത്തെയും ആശ്രയിക്കുന്നില്ല. പ്രത്യക്ഷമോ ശ്രുതിയോ ഒന്നിനെയും അത് ആശ്രയിക്കുന്നില്ല. മറിച്ചെന്ത് ചെയ്യുന്നു? ഈ പ്രമാണങ്ങളെല്ലാം ആത്മാവിനെ ആശ്രയിച്ച് നിലനിൽക്കുകയാണ്. ആത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഈ പ്രമാണങ്ങൾ പ്രമേയം ഉണ്ടാക്കുകയാണ്. വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രമ അതുണ്ടാകുന്നു. ആത്മാവിന് ഇതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? സ്വതസിദ്ധത്വം. അത് സ്വതസിദ്ധമാണ്. അതിന്റെ സിദ്ധിക്ക് മറ്റൊരു പ്രമാണത്തെയും അത് ആശ്രയിക്കുന്നില്ല. മറ്റുള്ള എല്ലാം സിദ്ധിക്കുന്നത് ഈ പ്രമാണങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. ഈ പുസ്തകം ഇവിടെ ഇരിക്കുന്നു. പുസ്തകത്തെ നമ്മൾ അത് മുമ്പ് ചർച്ച ചെയ്തതാണ്. അത് ഉള്ളതായിട്ട് അറിയുന്നു, അതിന്റെ ഉണ്മയെ അറിയുന്നു. അതിന്റെ ഉണ്മയെ അറിയുന്നതിന് നമ്മുടെ ചക്ഷുരേന്ദ്രിയം പ്രവർത്തിക്കുന്നു. അന്ധകരണത്തിൽ ജ്ഞാനം ഉണ്ടാകുന്നു. ആ ജ്ഞാനത്തിൽ പുസ്തകം പ്രകാശിക്കുന്നു. അപ്പോൾ ആ ജ്ഞാനത്തെ ആശ്രയിച്ച് ഈ പുസ്തകത്തിനിവിടെ നിലനിൽപ്പുള്ളൂ. ജ്ഞാനത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതിന്റെ സിദ്ധി പ്രമാണത്തെ ആശ്രയിച്ചാണ്. പക്ഷെ ആത്മാവ് സ്വതസിദ്ധമാണ്. സ്വതസിദ്ധം എന്ന് വെച്ചാൽ അത് സ്വയം പ്രകാശിക്കുന്നതാണ്. അത് സ്വയം പ്രകാശിക്കുന്നു. സ്വയം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഭൗതികമായ എല്ലാ പ്രകാശത്തെയും ഗ്രഹിക്കുന്നതിന് മറ്റൊരു പ്രകാശത്തിന്റെ സഹായം വേണം. എങ്ങനെ? ബാഹ്യമായ ലൈറ്റ് പ്രകാശിക്കുന്നു. ആ പ്രകാശത്തെ നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഉള്ളിൽ നിന്നുള്ള പ്രകാശം കൂടി വേണം. കണ്ണ് തുറന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഗ്രഹിക്കാൻ പറ്റും. ഒരു പ്രകാശത്തിന് മറ്റൊരു ഭൗതിക പ്രകാശത്തിന്റെ ആവശ്യമില്ലെങ്കിലും അവിടെ ആത്മപ്രകാശത്തിന്റെ ആവശ്യമുണ്ട്. ഉള്ളിൽ നിന്നുള്ള പ്രകാശം, മനസ്സിന്റെ പ്രകാശം, കണ്ണിലൂടെ പുറത്തു വരുന്ന പ്രകാശം, ആ പ്രകാശം കൊണ്ട് ഭൗതികമായ പ്രകാശത്തെ, സൂര്യ തേജസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രകാശങ്ങളെയും ഗ്രഹിക്കുന്നു. പക്ഷെ ആത്മപ്രകാശം എന്താണത്? സ്വയം പ്രകാശമാണ്. അതിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. ഭൗതികമോ ആത്മീയമോ ആയ ഒരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അവിടെ പ്രകാശം എന്ന് പറഞ്ഞാൽ ജഡപ്രകാശമല്ല, മറിച്ചത് ചൈതന്യമാണ്, അനുഭവമാണ്, അറിവാണ്. അതാണ് സ്വയം പ്രകാശം. അനുഭവ സ്വരൂപമാണ്. ആത്മാവ് സ്വയം അനുഭവ സ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ അതിനെ അനുഭവിക്കേണ്ടുന്ന ആവശ്യം വരുന്നില്ല. ആത്മാവിനെ അനുഭവിക്കാൻ വേണ്ടി പരിശ്രമിക്കില്ല. എന്തുകൊണ്ട്? സ്വയം അനുഭവമാണ്. അനുഭവ സ്വരൂപമായിരിക്കുന്നതിനെ അനുഭവിക്കാൻ കഴിയത്തില്ല. നേരത്തെ പറഞ്ഞ ദോഷം വരും, ആത്മാശ്രയ ദോഷം. താൻ തന്നെ എതിരിട്ട് നോക്കുക സാധ്യമല്ല. ഒരു വസ്തു അനുഭവ സ്വരൂപമാണെങ്കിൽ അനുഭവ സ്വരൂപമായിരിക്കുന്നതിനെ അനുഭവിക്കുന്നു എന്ന് പറയുമ്പം തന്നിൽ, നേരത്തെ പറഞ്ഞല്ലോ, സ്വാത്മനി ക്രിയാവിരോധ, തന്നിൽ തന്നെ താൻ പ്രവർത്തിക്കുന്നു എന്ന്. അതുകൊണ്ട് അത് അനുഭവ സ്വരൂപമായിരിക്കുന്നത് അനുഭവ വിഷയമാകുന്നില്ല. അനുഭവ വിഷയമാകുന്നതിനാണ് പ്രമാണത്തിന്റെ ആവശ്യം. എവിടെയെങ്കിലും ഒരു വസ്തു അനുഭവത്തിന് വിഷയമാകുന്നുണ്ടെങ്കിൽ, ഉദാഹരണം പുസ്തകം, അതെന്റെ പ്രത്യക്ഷ അനുഭവത്തിന്, പ്രമയ്ക്ക് വിഷയമാകുന്നു. ഇവിടെ എനിക്ക് പ്രമാണം വേണം, കണ്ണു വേണം. അതേസമയം ആത്മാവാണെങ്കിലോ അനുഭവ സ്വരൂപമായതുകൊണ്ട് അത് അനുഭവത്തിന് വിഷയമാകുന്നു. അതുകൊണ്ട് അവിടെ പ്രമാണത്തിന്റെ ആവശ്യം ഇല്ല എന്നർത്ഥം. എന്നുവെച്ചാൽ ബാഹ്യമായ ഭൗതികമായ വിഷയങ്ങളെപ്പോലെ ആത്മാവ് വിഷയമാകുന്നില്ല എന്നർത്ഥം. ആത്മാവ് അങ്ങനെ വിഷയമാവണമെങ്കിൽ, വിഷയമാകുകയാണെങ്കിൽ അതിനും പ്രമേയത്വം വരും. അത് വരുന്നില്ല. അത് ഒന്നുകൂടി വിശദീകരിക്കുന്നു. സിദ്ധേഹി ആത്മനി പ്രമാതരി പ്രമിത്സോഹോ പ്രമാണാന്വേഷണ ഭവതി. ഇവിടെ പറയുന്നുണ്ട് പ്രമാതരി, പ്രമിത്സോഹോ, പ്രമാതാവ്. ജീവൻ ഓരോ വിഷയങ്ങളെയും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞല്ലോ, ആ ജീവൻ അതിന്റെ പ്രമാണങ്ങൾ ഉപയോഗിച്ച്, കണ്ണ് തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പുസ്തകം തുടങ്ങിയ വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് വന്നു ചേരുന്ന അവസ്ഥ, അതാണ് പ്രമാതൃത്വം. അതിനെപ്പോൾ പ്രമാതാവ് എന്ന് പറയും.
കാണുകയും കേൾക്കുകയും രുചിക്കുകയും മണക്കുകയും എല്ലാം ചെയ്യുമ്പോൾ എന്താണ്? ആത്മാവിനെ പ്രമാതാവ് എന്ന് പറയും. യഥാർത്ഥമായ അനുഭവത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവൻ, യഥാർത്ഥമായ അനുഭവത്തിലിരിക്കുന്നവൻ എന്ന് പറയും. അത് പ്രമാത എന്നാണ്. പ്രമാതൃ ശബ്ദമാണ്. അതിന്റെ സപ്തമിയിലുള്ള ആണ് പ്രമാതരി എന്ന് പറയുന്നത്. സപ്തമി ഭക്തി. ഇനി പ്രമിത്സു എന്ന് പറയുന്നു. പ്രമിത്സോഹോ എന്നാണ്. പ്രമിതാവ്, യഥാർത്ഥമായ അറിവുള്ളവൻ, പ്രമിതാവ്. പ്രമാതാവ് എന്ന് പറയുന്ന പോലെ തന്നെ പ്രമിതാവ് എന്നും പറയാം. വേറെ ശബ്ദം. പ്രമിത്സു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള യഥാർത്ഥമായ അനുഭവം ഉണ്ടാകണമെന്ന് കരുതുന്നവൻ, അത് താല്പര്യപ്പെടുന്നവൻ, അത് ആഗ്രഹിക്കുന്നവൻ. ഒരു വസ്തുവിനെ കുറിച്ച് ശരിയായി എനിക്കറിയണം, എന്നിൽ ശരിയായ അറിവുണ്ടാകണം എന്നാഗ്രഹിക്കുന്നവനാണ് പ്രമിസ്സു. അതിന്റെ ഷഷ്ടിയിൽ പ്രമിസ്സോഹോ എന്ന് വരും. ഈ പ്രമാതാവായിരിക്കുന്ന ആരാണ്? ആത്മാവ് തന്നെ, ജീവൻ തന്നെ. അത് തന്നെയാണ് പ്രമിസ്സു ആയി ഇരിക്കുന്നത്. പ്രമാതാവായിരിക്കുന്നു, യഥാർത്ഥ അറിവുള്ളവനായിരിക്കുന്നു, അവൻ തന്നെ യഥാർത്ഥമായ അറിവിനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആ ജീവൻ തന്നെ യഥാർത്ഥമായ അറിവോടുകൂടിയിരിക്കുമ്പോൾ അതിനെ പ്രമാതാവെന്നും, യഥാർത്ഥമായ അറിവിന് ആഗ്രഹിക്കുമ്പോൾ, ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഈ വസ്തുവിനെ കുറിച്ചുള്ള അറിവുണ്ടാകണം. ഇതെന്താണ്? മുമ്പിലിരിക്കുന്ന വസ്തു കാണുമ്പോൾ മനസ്സിലൊരു സംശയം ഉണ്ടാകുന്നു, ഇതെന്താണ്? അറിയാനുള്ള ആഗ്രഹം. അപ്പോൾ ആ ജീവൻ എന്തായി മാറുന്നു? പ്രമിസ്സു ആയി മാറുന്നു. ആ പ്രമിസ്സുവിന് മുന്നിൽ ഇരിക്കുന്ന വസ്തുവാണ് പ്രമേയം. പുസ്തകം പ്രമേയമായി. അപ്പോൾ ഇവിടെ പ്രമിസ്സു, പ്രമാണം, പ്രമേയം. പ്രമിസ്സുവിന്, ഇതിനെ അറിയാൻ ആഗ്രഹിക്കുന്ന എനിക്ക്, എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു പ്രമേയമായി. അതാർക്ക് സിദ്ധമാകുന്നു? എനിക്ക് സിദ്ധമാകുന്നു. ഞാൻ അതിനെ സിദ്ധമാകുന്നു വെച്ചാൽ അറിയുന്നു എന്നർത്ഥം. അതാണ് പ്രമിസ്സോഹോ. ഇതിനെ അറിയാൻ ആഗ്രഹിക്കുന്ന എനിക്ക് പ്രമേയം സിദ്ധേ. പ്രമേയം എന്നൂടെ ചേർത്തോണം. പ്രമേയമായിരിക്കുന്ന ഈ വിഷയം സിദ്ധമാകുമ്പോൾ ആത്മനി, തന്നിൽ, പ്രമാതരി, പ്രമാതാവായിരിക്കുന്ന എന്നിൽ പ്രമാണ അന്വേഷണ ഭവതി. പ്രമാണത്തെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകുന്നു. അതിനെ എങ്ങനെയാണ് അറിയുന്നത്? എങ്ങനെ അതിനെക്കുറിച്ചുള്ള ശരിയായ അറിവ് സമ്പാദിക്കാം എന്നിങ്ങനെ പ്രമാണത്തെക്കുറിച്ച്, എന്ത് പ്രമാണത്തിലൂടെ അറിയാമെന്ന് ചിന്തിക്കുന്നു. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ യാഗത്തെക്കുറിച്ച് കേട്ടു, ഒരാൾ പറഞ്ഞു കേട്ടു, യാഗമെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ യാഗം എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചൊരു പ്രമേയമായി. യാഗം എന്നുള്ളത് കേട്ടുകഴിഞ്ഞപ്പോൾ അതൊരു പ്രമേയമായി, ഒരു പ്രമാവിഷയമായി. ഒരാപ്തനാണത് പറഞ്ഞത്, അതുകൊണ്ട് അത് അയാൾ സത്യമാണെന്ന് ധരിച്ചു ആയി. അപ്പോ ആ അറിവ് എവിടെയുണ്ടായി? ഒരു ജീവന്റെ ഉള്ളിലുണ്ടായി. അപ്പോൾ അയാൾ പ്രമാതാവായി. കാരണം യാഗം എന്നുള്ള ഒരു പ്രമേയം അയാളുടെ അന്ധകരണത്തിലേക്ക് കടന്നു വന്നു. അയാൾ പ്രമാതാവായി. അയാൾ എന്ത് ചെയ്യുന്നു? ആ യാഗത്തെക്കുറിച്ച് എങ്ങനെയാണ് ശരിക്കും അറിയുന്നത്? എവിടെ നിന്നറിയാൻ പറ്റും? അപ്പോൾ അയാൾ പ്രമിത്സുവായി. അതിനെക്കുറിച്ച് അറിയാൻ അയാൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നിൽ ആ സമയത്ത് പ്രമാതൃത്വം, താൻ പ്രമാതാവാകുന്നു, തന്നിൽ പ്രമിത്സ, അറിയുന്നതിനുള്ള ആഗ്രഹമുണ്ടാകുന്നു. അത് കഴിയുന്ന അയാൾ എന്ത് ചെയ്യുന്നു? പ്രമാണത്തെ അന്വേഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ യാഗത്തെ ശരിക്കറിയാൻ കഴിയുന്നത്? അതെന്താണ് പ്രമാണം? ശ്രുതി, പ്രമാണം. അതിനെ അയാൾ അന്വേഷിക്കുന്നു. എങ്ങനെ അറിയാൻ പറ്റും? ശ്രുതിയെ, വേദത്തെ അധ്യയനം ചെയ്യുന്നു. അതാണ് പ്രമാണ അന്വേഷണം. സാധാരണ വിഷയങ്ങളെ സംബന്ധിച്ച് പൊതുവെ പറയാവുന്ന ഒരു രീതി ഇതാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു വസ്തുവിനെ അയാൾ അറിയുന്നു, അതിനെക്കുറിച്ച് ശരിയായി അറിയാൻ വേണ്ടി അയാൾ പ്രവർത്തിക്കുന്നു എന്നർത്ഥം. ഇതാണ് സാധാരണ വിഷയങ്ങളെ സംബന്ധിച്ച് സംഭവിക്കുന്നത്. ആത്മാവിനെ സംബന്ധിച്ചാണെങ്കിലോ അടുത്ത് പറയുന്നു, നഹി പൂർവം ഇത്തം അഹം ഇത് ആത്മാനം അപ്രമായ പശ്ചാത് പ്രമേയ പരിച്ഛേദായ പ്രവർത്തതേ. നഹി ആത്മാനാമ കസ്യജിത് അപ്രസിദ്ധോ ഭവതി.
ആത്മാവിനെ സംബന്ധിച്ച് ഒരാൾ പ്രമിത്സു ആകുന്നില്ല. ആത്മാവിനെ സംബന്ധിച്ച് പ്രമാണ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ആത്മാവിനെ പ്രമാണത്തിന്റെ ആവശ്യമില്ല, ആത്മാവിനെ അറിയുന്നതാണ്. ആത്മാവ് പ്രമയ്ക്ക് വിഷയമാകുമ്പോൾ ആത്മാവിനെ പ്രമയ്ക്ക് വിഷയമാക്കാൻ വേണ്ടി ഒരു പ്രമാണത്തിന്റെ ആവശ്യം ഇല്ല. അതാണ് എന്തുകൊണ്ട് ആത്മാവ് ഒരിക്കലും അപ്രസിദ്ധമായ അജ്ഞാതമായ ഒരു വസ്തുവല്ല. പൂർണ്ണമായും അജ്ഞാതമായിരിക്കുന്ന ഒരു വസ്തു അല്ല ആത്മാവ് എന്നാണ്. എങ്ങനെ? നഹി പൂർവം ഇത്തം അഹമിതി ആത്മാനം അപ്രമായ. ആത്മാ എന്ന് പറയുന്നത് എന്താണ്? താൻ, തന്റെ സ്വരൂപമാണ്. ഒരാൾ ഇത്തമഹം, ഞാൻ ഇങ്ങനെയാണ് എന്നൊരിക്കലും അറിയാതെ, തന്നെക്കുറിച്ച് അറിയാതെ, ആത്മാനം അപ്രമായ, തന്നെക്കുറിച്ച് ശരിക്കും ബോധ്യപ്പെടാതെ, പശ്ചാത് പിന്നീട്, പ്രമേയ പരിച്ഛേദായ, പ്രമേയമായിരിക്കുന്ന ആത്മാവിനെ ഗ്രഹിക്കുന്നതിന് വേണ്ടി ആരും തന്നെ പ്രവർത്തിക്കുന്നില്ല. അറിയാതെ, മുമ്പറിയാതെ പിന്നെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നർത്ഥം. മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല, അറിയാതിരുന്നതിനെ അറിയാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഏകദേശം അറിഞ്ഞതിനെ അറിയാൻ ശ്രമിക്കുന്നു, രണ്ടും പറയാം. ചെറിയൊരു അറിവുണ്ടായി പൂർണ്ണമായ അറിവിന് വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അറിയാതിരുന്നിട്ട് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു. ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, ആത്മാവിനെ തന്നെ അറിയാതെ പിന്നെ തന്നെ അറിയാൻ വേണ്ടി ശ്രമിക്കുക, അങ്ങനെയൊന്നും തന്നെ സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? എല്ലാവരും സദാ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. തന്നെക്കുറിച്ച് അറിയാത്ത ആരുമില്ല. സർവർക്കും ഞാൻ എന്നുള്ള ബോധമുള്ളിടത്തോളം കാലം തന്നെ അറിയുന്നില്ല എന്ന് പറയാൻ കഴിയത്തില്ല. ഞാൻ എന്ന് നിരന്തരം എന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എന്നെക്കുറിച്ചുള്ള അറിവില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാനെന്ന് പറയുന്നത് എന്ത്? അത് തന്നെയാണ് ആത്മാവ്. ആത്മാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? സ്വരൂപം, സ്വഭാവം എന്നൊക്കെയാണ്. ആത്മാവ്, താൻ, ഞാനെന്ന് ഉള്ള ഈ അനുഭവം, ഈ അനുഭവത്തിലൂടെ സദാ ആത്മാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത് നഹി പൂർവം ഇത്തമഹം, ഞാനെന്ന് ആത്മാനം അപ്രമായ, തന്നെ അറിയാതെ. ആ അറിവ് ഭ്രാന്തി എന്ന് പറയാൻ പറ്റത്തില്ല. ഞാനെന്ന് സദാ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പശ്ചാത് പിന്നീട് അറിയാതെ ആരും പ്രമേയ പരിച്ഛേദായ ആത്മാവിനെ യഥാർത്ഥമായി അറിയുന്നതിന് വേണ്ടി ആരും ഒരുമ്പെടുന്നില്ല. എന്തുകൊണ്ട്? നഹി ആത്മാനാമ കസ്യചിത് അപ്രസിദ്ധോ ഭവതി. ആത്മാവെന്ന് പറയുന്ന ഒന്ന് താൻ കസ്യചിത് ആർക്കും തന്നെ അപ്രസിദ്ധമല്ല, അറിയാത്തതല്ല, അജ്ഞാതമായ ഒന്നല്ല. അജ്ഞാത ജ്ഞാപകം പ്രമാണം എന്ന് പറയുന്നു. അജ്ഞാതമായിരിക്കുന്നതിനെ ജ്ഞാപിപ്പിക്കുന്നതിനാണ് പ്രമാണം, അറിയിപ്പിക്കുന്നതിന്. ആത്മാവ് ഒരിക്കലും അജ്ഞാതമല്ല, അത് സ്വതസിദ്ധമാണ്, സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് സദാ അനുഭവരൂപത്തിൽ നിൽക്കുകയാണ്. അതിനെ അറിയുന്നതിന് വേണ്ടി ഒരു പ്രമാണത്തിന്റെ ആവശ്യം ഇല്ല എന്നർത്ഥം. അപ്പം പിന്നെ ശാസ്ത്രത്തിന്റെ ആവശ്യം തോന്നുന്നു. പ്രമാണം ആവശ്യമില്ലെങ്കിൽ ശ്രുതി, ഉപനിഷത്ത്, അതിന്റെ ആവശ്യം എന്താണ്? അതടുത്ത് പറയും. ഇവിടെ പറയുകയാണ് എന്താണ്? ആത്മാവ് സ്വതസിദ്ധമാണ്. എന്നുവെച്ചാൽ താൻ ആത്മാവ് എന്ന് പറയുമ്പോൾ അന്യമായ ഒരു വസ്തുവിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ പഠിച്ചറിയേണ്ട ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ആത്മാവ് എന്ന് വെച്ചാൽ താൻ, തനിക്ക് അസിദ്ധമായത് ഒന്നല്ല. എന്തുകൊണ്ട്? ഞാനെന്ന് സദാ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടോ. ഇത് തന്നെയാണ് ആത്മാവ്. ഞാനെന്ന് ഏതിനെയാണോ അറിയുന്നത് അത് തന്നെ ആത്മാവ്. അതിനൊരിക്കലും അജ്ഞാതമായിരിക്കാൻ പറ്റത്തില്ല, ഒളിഞ്ഞിരിക്കാൻ പറ്റത്തില്ല, മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ബോധസ്ഫുരണമുണ്ടോ അവിടെ ആത്മാവ് ജ്ഞാതമായി കഴിഞ്ഞു. ബോധസ്ഫുരണം ഇല്ലെങ്കിൽ പറയാം. ബോധസ്ഫുരണം ഇല്ല, അങ്ങനെ ഒന്നിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. കാരണം ചിന്തിക്കുമ്പോൾ ബോധം സ്ഫുരിക്കും. അപ്പോൾ ബോധസ്ഫുരണത്തിന്റെ അഭാവം, അത് ചിന്തിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അവിടെയും ചിന്ത നിൽക്കുന്നു, ബോധസ്ഫുരണം നിൽക്കുന്നു. നമുക്ക് ഏതൊരു വിഷയത്തെക്കുറിച്ചും ചിന്തിക്കാൻ ഇരിക്കാം കഴിയും, പക്ഷെ അറിവിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ചിന്ത ഉണ്ടോ അവിടെ അറിവും ഉണ്ട്. അപ്പുറം നമുക്ക് അവ്യക്തമാണ്. അങ്ങനെ ഒരവസ്ഥ ശൂന്യത എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും
മനുഷ്യന്റെ ബുദ്ധിക്ക് വിഷയമാകുന്ന ഒന്നല്ല. ശൂന്യത്തെ സങ്കല്പിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? സങ്കല്പം എന്ന് പറയുമ്പോൾ ശൂന്യത്തെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? അവിടെ സങ്കല്പം നിൽക്കും, ശൂന്യമാകത്തില്ല. ശൂന്യത്തെ ഒരാൾ സങ്കല്പിക്കാൻ വരുമ്പോട്ടെന്നിരിക്കട്ടെ, ശൂന്യത്തെ സങ്കല്പിക്കുന്നു എന്ന് പറയുമ്പോൾ ശൂന്യമല്ല, സങ്കല്പമാണ് അവിടെ. അതുകൊണ്ട് ഒരിക്കലും തനിക്ക് താൻ ശൂന്യനാകുന്നില്ല. തന്നെ എപ്പോഴും താൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അറിഞ്ഞെങ്കിൽ പിന്നെ പ്രമാണം എന്തിന്? അറിയുന്നതിന് വേണ്ടിയാണ് പ്രമാണം. പിന്നെ വേദത്തിന്റെ ആവശ്യം എന്താണ്? അതാണ് അടുത്ത് പറയുന്നത്. ശാസ്ത്രം തു അന്ത്യം പ്രമാണം അതധർമ്മ അധ്യാരോപണ മാത്ര നിവർത്തകത്വേന പ്രാമാണ്യം ആത്മനഃ പ്രതിപദ്ധ്യത നതു അജ്ഞാതാർത്ഥ ജ്ഞാപകത്വേന തഥാ ശ്രുതി യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തരഃ ഇതി. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. ശാസ്ത്രം, ഉപനിഷത്ത്, ഉപദേശം ഇതെല്ലാം എങ്ങനെയാണ് സാർത്ഥകമാകുന്നത്? ശാസ്ത്രം തു അന്ത്യം പ്രമാണം. ശാസ്ത്രം എന്ന് പറയുന്നതാണ് ഉപനിഷത്തിനെ സംബന്ധിച്ചിടത്തോളം അന്ത്യമായ പ്രമാണം. പ്രത്യക്ഷാനുമാന ഉപമാന ശബ്ദം എന്ന് പറയുന്നതിന് ശാസ്ത്രം, വേദം, ഉപനിഷത്ത് ഇതാണ് പരമമായിട്ടുള്ള പ്രമാണം. ഇതൊരു പ്രമാണമേ ഉള്ളൂ ആത്മാവിനെ ശരിക്ക് ബോധിപ്പിക്കുന്നതിന്. പ്രമാണം കൂടാതെ ഭ്രമം ഉണ്ടാകത്തില്ല, അറിവുണ്ടാകത്തില്ല. അപ്പൊ ശാസ്ത്രം കൂടാതെ അറിവ്, ആത്മാവിനെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പറയുന്നു അന്ത്യം പ്രമാണം. ശാസ്ത്രത്തെ ഒഴിവാക്കിയിട്ട് മറ്റേതെങ്കിലും പ്രമാണത്തിലൂടെ പ്രത്യക്ഷം. കാരണം നിയമം ഇതാണ്. എന്താണ്? പ്രമ ഉണ്ടാകണമോ? പ്രമാണം കൂടിയേ തീരും. ആ ഒരു നിയമത്തെ ആർക്കും മാറ്റാനൊക്കത്തില്ല. ആത്മാവിനെ സംബന്ധിച്ച് പ്രമേയം ഉണ്ടാകണമോ? അവിടെ പ്രമാണം കൂടിയേ തീരും. അപ്പോൾ അവിടെ എന്താണ് പ്രമാണം? പറയുന്നു ശാസ്ത്രം തന്നെ പ്രമാണം. അന്ത്യം പ്രമാണമാണ്, അന്ത്യമായ പ്രമാണമാണ്, ആ പ്രമയ്ക്കുള്ള കാരണമാണ്. പക്ഷെ അത് എങ്ങനെ? മറ്റ് പ്രമാണങ്ങളെ പോലെയല്ല. ആ തദ്ധർമ്മ അധ്യാരോപണ മാത്ര നിവർത്തകത്വേന. തദ്ധർമ്മം, ആത്മധർമ്മം, ആത്മസ്വരൂപത്തെ തന്നെ ചിലപ്പോൾ ആത്മധർമ്മം എന്ന് പറയും. ആത്മസ്വരൂപമായിരിക്കുന്ന സച്ചിദാനന്ദം, അതിന് ആത്മധർമ്മം എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷെ അതെല്ലാം സ്വരൂപമാണ്. ആത്മാവിൽ വാസ്തവത്തിൽ ധർമ്മമില്ല, പക്ഷെ ധർമ്മമുണ്ടെന്ന് കൽപ്പിക്കുന്നു. ആ കൽപ്പിക്കപ്പെടുന്ന ധർമ്മങ്ങൾ അത് വാസ്തവത്തിൽ ആത്മാവിന്റെ ധർമ്മങ്ങളല്ല, മറിച്ചോ തദ്ധർമ്മം, ആത്മധർമ്മം. അതങ്ങനെയല്ല, ആ തദ്ധർമ്മങ്ങളാണ്, ആത്മധർമ്മങ്ങളല്ല. തദ്ധർമ്മം എന്ന് വെച്ചാൽ ആത്മധർമ്മം, ആ തദ്ധർമ്മം എന്ന് വെച്ചാൽ ആത്മധർമ്മങ്ങളല്ല. ആത്മാവ് നിർധർമ്മകമാണ്. എന്നാലും താൻ എന്ത് ചെയ്യുന്നു? തന്നിൽ ധർമ്മങ്ങളെ കൽപ്പിക്കുന്നു. ഞാൻ, എന്റെ ഈ ശരീരം, എന്റെ മനസ്സ്, എന്റെ ബുദ്ധി, ഇതാണ് തദ്ധർമ്മ അധ്യാരോപണം. ഈ ധർമ്മങ്ങളെല്ലാം തന്നിൽ ആരോപിക്കുന്നു. ഇത് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഉണർന്നിരിക്കുമ്പോൾ മനസ്സ് തന്നിൽ ഇത്തരം ധർമ്മങ്ങളെ ആരോപിച്ചിട്ട് ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്, എനിക്ക് ശരീരമുണ്ട്, എനിക്ക് മനസ്സുണ്ട്, ഇങ്ങനെയുള്ള ഈ അനുഭവങ്ങളാണെന്ത്? തദ്ധർമ്മ അധ്യാരോപണം. അധ്യാരോപണമെന്നോ അധ്യാസമെന്നോ എന്തുവേണോ പറയാം. അനാത്മധർമ്മങ്ങളോട് ഈ ബോധം, ഈ ചിത്ത് താതാത്മ്യപ്പെടുന്നു. അതാണ് തദ്ധർമ്മ അധ്യാരോപണം. ഇവിടെ എന്ത് ചെയ്യുന്നു? വാസ്തവത്തിൽ ഈ ധർമ്മങ്ങളൊന്നും ആത്മാവിൻ്റേതല്ല. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? വാസ്തവത്തിൽ ഇതിനെ ആ തദ്ധർമ്മ അധ്യാരോപണം എന്ന് പറയാം. തന്റേതല്ലാത്ത ധർമ്മങ്ങളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ആ തദ്ധർമ്മ അധ്യാരോപണത്തെ മാത്രം പൂർണ്ണമായും നിവർത്തകത്വേന നിവർത്തിപ്പിക്കുന്നു. അതാണ് ശാസ്ത്രം. ശാസ്ത്രം പ്രത്യക്ഷാദി പ്രമാണങ്ങളിൽ സംഭവിക്കുന്നത് പോലെ
ആത്മാവിനെ പ്രമയ്ക്ക് വിഷയമാക്കുകയല്ല ചെയ്യുന്നത്. അതിന് ശാസ്ത്രത്തിന് കഴിവില്ല. എന്നാലും ശാസ്ത്രം പ്രമാണമാണ് എന്നർത്ഥം. അപ്പൊ ശാസ്ത്രം ആത്മാവിന് പ്രമാണമാണെന്നും പ്രമാണമല്ലെന്നും പറയും. ആദ്യം പറഞ്ഞ എന്താണ്? ശാസ്ത്രം ആത്മാവിന് പ്രമാണമല്ല. എന്തുകൊണ്ട്? ശാസ്ത്രം എന്ന് പറയുന്ന പ്രമാണം പ്രമേയം ഉണ്ടാക്കി ആ പ്രമയ്ക്ക് ആത്മാവ് വിഷയമാകുന്നില്ല. അങ്ങനെ ഒരു പ്രമയ്ക്ക്. അതുകൊണ്ട് എന്താണ്? ഇത് പ്രമാണമല്ല. മറിച്ച് ശാസ്ത്രം പ്രമാണമാണെന്ന് പറയാം. എങ്ങനെ? ആ തദ്ധർമ്മ അധ്യാരോപണ മാത്ര നിവർത്തകത്വേന. എന്തൊക്കെയാണോ താൻ തന്നിൽ കൽപ്പിച്ചിരിക്കുന്നത് അതിനെല്ലാം ഇല്ലാതാക്കുന്നു. അതിന് ശാസ്ത്രം സഹായിക്കുന്നു. ഞാൻ ശരീരം ആണെന്ന് കരുതുന്നു. ശാസ്ത്രം പറയുന്നു. ഇവിടെ ഭഗവാൻ തന്നെ ഉപദേശിക്കുന്നു. അത് ശാസ്ത്രമാണ്. അർജുനനോട് പറയുന്നു, നീ ശരീരമല്ല. അർജുനൻ കരുതുന്നു ഞാൻ ദുഃഖിയാണെന്ന് പറയുന്നു. ഇവിടെ ശാസ്ത്രം പറയുന്നു, നീ ദുഃഖിയല്ല. ഇവിടെ ആ തദ്ധർമ്മ അധ്യാരോപണം എന്ന് പറയുന്നത് എന്താണ്? അർജുനൻ കരുതുന്നു ഞാൻ ഈ ശരീരമാണോ. അർജുനൻ കരുതുന്നു, അല്ലെങ്കിൽ നാം കരുതുന്നു ഞാൻ ദുഃഖിയാണോ. ഇതാണ് ആ തദ്ധർമ്മ അധ്യാരോപണം. അതിനെ പൂർണ്ണമായും സകാരണം, അതാണ് മാത്രം എന്ന് പറഞ്ഞത്, പൂർണ്ണമായും അതിനെ നിഷേധിക്കുന്നു, മറിച്ച് വിഷയമാക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ മാത്ര ശബ്ദം പ്രയോഗിച്ചിരിക്കുകയാണ്. അതിനെ നിവർത്തിപ്പിക്കുന്നു, ഇല്ലാതാക്കുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്? ശാസ്ത്രം ചെയ്യുന്നത്. അങ്ങനെയാണ് അത് പ്രമാണമാകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആത്മനഃ പ്രാമാണ്യം പ്രതിപദ്ധ്യത. ആത്മാവിൽ അത് പ്രമാണമായി തീരുന്നു ശാസ്ത്രം. നതു അജ്ഞാത അർത്ഥജ്ഞാപകത്വേന. അജ്ഞാതമായ ഒരു വിഷയത്തെ ബോധിപ്പിക്കുന്നു എന്നുള്ള തരത്തിലല്ല. പുസ്തകം അജ്ഞാതമായിരുന്നു, അതിനെ ചക്ഷുരേന്ദ്രിയം ആകുന്ന പ്രമാണം അല്ലെങ്കിൽ ശബ്ദമാകുന്ന ഒരു പ്രമാണം അതിനെ ബോധിപ്പിച്ചു, അറിയാതിരുന്നതിനെ ബോധിപ്പിച്ചു. ഇവിടെ അങ്ങനെയല്ല. ആത്മാവ് ഒരിക്കലും അജ്ഞാതമായിരിക്കുന്നില്ല. അതെന്താണ്? സദാ ജ്ഞാതമായി തന്നെ ഇരിക്കുന്നു. എന്നുവെച്ചാൽ താൻ എനിക്ക് ഒരിക്കലും അറിയാതിരിക്കുന്നില്ല, അറിയപ്പെടാതിരിക്കുന്നില്ല. ഞാൻ എനിക്ക് സദാ സിദ്ധമാണ്, പ്രത്യക്ഷ സിദ്ധമാണ്. ഞാനെന്നുള്ള അനുഭവത്തിലൂടെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആത്മപ്രകാശം. അല്ലെങ്കിൽ ആത്മപ്രകാശം അജ്ഞാനാവസ്ഥയിൽ ഞാനെന്നുള്ള ആകാരത്തിൽ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ജീവന്റെ അജ്ഞാനാവസ്ഥയിൽ ഞാനെന്നുള്ള വടിവിൽ ആത്മാവ് അവന്റെ ഉള്ളിൽ സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആത്മാവ് ഒരിക്കലും അജ്ഞാതമാകുന്നില്ല, അറിയപ്പെടാത്ത ഒരു വസ്തുവാകുന്നില്ല. അതുകൊണ്ട് ശാസ്ത്രത്തിന് ആത്മാവിനെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. അതിനൊരു വിഷയമാക്കി പരിച്ഛേദിച്ച് പരിമിതപ്പെടുത്തി, പുസ്തകത്തെ എങ്ങനെയാണോ അറിവ് പ്രമ പരിമിതപ്പെടുത്തിയത് അതുപോലെ ആത്മപ്രമ ആത്മാവിനെ പരിമിതപ്പെടുത്താൻ സാധ്യമല്ല, ഉൾക്കൊള്ളാൻ സാധ്യമല്ല. മറിച്ച് ആ പ്രമ ആത്മാവിനെ ആശ്രയിച്ച് അന്ധക്കരണത്തിൽ ഉണ്ടാകുന്ന ഒന്നാണ്. ജന്യമാണ് പ്രമ. ആത്മാവിനെ കുറിച്ചുള്ള ഒരു പ്രമ എന്ന് പറയുന്നത് എന്താണ്? അത് ജന്യമാണ്, അത് നശിക്കുന്നതാണ്, അത് അന്ധക്കരണത്തിലുണ്ടാകുന്നതാണ്. അതിനൊരിക്കലും അപരിച്ഛിന്നമായിരിക്കുന്ന ആത്മാവിനെ പരിച്ഛേദിക്കാൻ സാധ്യമല്ല. പിന്നെ ശാസ്ത്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും? എന്താണോ ആത്മാവിൽ ഈ ജീവൻ ആരോപിച്ചിരിക്കുന്നത് അതിനെ സകാരണം ആത്മാവിൽ നിന്ന് നീക്കാൻ അതിന് കഴിയും. അത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ശാസ്ത്രം അന്ത്യം പ്രമാണം. ശാസ്ത്രമാണ് മുഖ്യമായിരിക്കുന്ന പ്രമാണം. അത് ഒരു പ്രമാണമേ ഉള്ളൂ ആത്മാവിന് പ്രമാണമായിട്ട്. പക്ഷെ അത് ആത്മാവിനെ വിഷയമാക്കാനല്ല. ആ തദ്ധർമ്മ അധ്യാരോപണ മാത്ര നിവർത്തകത്വേന. എപ്പോഴാണോ ഒരുവനിൽ ഈ ആത്മബോധം സ്ഫുരിക്കുന്നത്, ശരീരബോധം, സുഖി ദുഃഖി എന്നുള്ള ബോധം, ഇതെല്ലാം മാറി ശാസ്ത്രത്തിന്റെ സഹായത്തോടുകൂടി ഒരാളിൽ എപ്പോഴാണോ ആത്മബോധം സ്ഫുരിക്കുന്നത് ആ സമയം എന്ത് ചെയ്യുന്നു? ആ ബോധം അതുവരെ അവൻ എങ്ങനെയാണോ തന്നെക്കുറിച്ച് ധരിച്ചിരുന്നത്, താൻ ശരീരത്തോടു കൂടിയവനാണ്, സുഖദുഃഖിയാണ്, ഇത്തരം അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബോധത്തെയും അത് നശിപ്പിക്കുന്നു. എന്തുകൊണ്ട്? അത് അധ്യാരോപണമാണ്, ആ ജീവൻ തന്നെ കൽപ്പിച്ചതാണ്. അതിനെ നശിപ്പിക്കുന്നു അതിന്റെ കാരണത്തോടുകൂടി. അങ്ങനെ ആത്മനഃ പ്രാമാണ്യം പ്രതിപദ്ധ്യതേ. അങ്ങനെ ശാസ്ത്രത്തിനെ ആത്മാവിന് പ്രമാണമാണെന്ന് പറയാം. അപ്പോൾ ആത്മാവിന് ശാസ്ത്രം പ്രമാണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്.
അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. രണ്ടു തരത്തിലും പറയാം. ആത്മാവിനെ കുറിച്ചുള്ള പ്രമേയെ മറ്റു വിഷയങ്ങളെക്കുറിച്ച് ഉള്ള പ്രമേയെ പോലെയുള്ള ഒരു പ്രമേയെ ഉണ്ടാക്കി ആ പ്രമയ്ക്ക് ആത്മാവിനെ വിഷയമാക്കാൻ ശാസ്ത്രത്തിന് ക്ഷമതയില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ശാസ്ത്രം ആത്മാവിനെ ബോധിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് പല മഹാത്മാക്കളുടെ ഉപദേശത്തിനും പല കാര്യങ്ങളിലും എന്തു പറയും, ശാസ്ത്രം കൊണ്ട് ആത്മാവിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അത് സത്യമാണ്. അസത്യമാണെന്ന് പറയുന്ന അത് തന്നെയാണ് ശാസ്ത്രം. അത് പറയുന്ന ആ ഉപദേശത്തെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രം കൊണ്ടൊരിക്കലും ആത്മാവിനെ ഗ്രഹിക്കാൻ സാധ്യമല്ല. ഈ ഉപദേശമാണ് ശാസ്ത്രം. അതാണ് ആത്മാവിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള ബോധനവും. ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ബോധനം അതാണ്. എന്താണ്? ഒരിക്കലും ഇത് ശാസ്ത്രം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് കേട്ടിട്ടാണ് നമ്മൾ ശാസ്ത്രത്തെ ത്യജിക്കുന്നത്. ശാസ്ത്രത്തെ ത്യജിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായി എന്ത് ചെയ്യുന്നു? ആ ഉപദേശത്തെ തന്നെ ത്യജിക്കുകയാണ്. ബാക്കി അന്വേഷിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ആത്മാവിനെ അറിയുന്നത്? എങ്ങനെയാണ് അവിടെ ശാസ്ത്രം സഹായിക്കുന്നത്? എന്ന് പറയുന്നത് ശാസ്ത്രം എങ്ങനെ സഹായിക്കുന്നു? അനാത്മധർമ്മങ്ങളെ തിരസ്കരിക്കുന്നതിന് സഹായിക്കുന്നു. ആത്മാവിനെ ബോധിപ്പിക്കുന്നതിനല്ല. ആത്മാവിനെ ബോധിപ്പിക്കുന്നതിന് ശാസ്ത്രത്തിന് ശക്തിയില്ലാത്തതുകൊണ്ടാണ് ആചാര്യന്മാർ ശാസ്ത്രത്തെ നിഷേധിക്കുന്നത്. ശാസ്ത്രം അതിന് പര്യാപ്തമല്ല. ഇനി ആത്മാവിനെ ബോധിപ്പിക്കുന്നതിന് ശാസ്ത്രമല്ലാതെ മറ്റെന്തെങ്കിലും ഉപായമുണ്ടോ? ഇല്ല. മറ്റു യാതൊരു ഉപായവുമില്ല. ശാസ്ത്രം ഒന്നല്ലാതെ ആത്മാവിനെ ബോധിക്കുന്നതിന് ജീവന് സഹായകമായിട്ട് വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണത് അന്തിം പ്രമാണം. അവസാനമായി ശരണം പ്രാപിക്കാമെന്നുള്ള ഒരേ ഒരു പ്രമാണം. ആത്മാവിനെക്കുറിച്ച് ഒരുവന് ശരിയായ ബോധം ഉണ്ടാകണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ശാസ്ത്രം. മറ്റൊരു വഴിയില്ല. അതെങ്ങനെ ബോധിപ്പിക്കുന്നു? അധധർമ്മ അധ്യാരോപണ മാത്ര നിവർത്തകത്വേന. ഇത് ഒരുവന്റെ ബുദ്ധിക്ക് പിടികിട്ടണം. അവന്റെ ഉള്ളിൽ ഇത് തെളിയണം. അത് അനാത്മധർമ്മങ്ങളെ നിഷേധിച്ചുകൊണ്ട് ആ ശാസ്ത്രം പ്രമാണമായിത്തീരുന്നു. അതിനും ശാസ്ത്രമല്ലാതെ മറ്റൊരു ഉപായമില്ല. ഏതെങ്കിലും ഒരു ഉപായം ഇതിന് അവശേഷിക്കുന്നില്ല. ഒരൊറ്റ ഉപായമേ ഉള്ളൂ. എന്താണ്? ശാസ്ത്രം. അതെന്ത് ചെയ്യുന്നു? ഈ അനാത്മധർമ്മങ്ങളെ നിഷേധിക്കുന്നു എന്നർത്ഥം. അപ്പോൾ നമ്മുടെ മനസ്സിൽ സംശയം വരും. മറ്റൊരുപാട് ഉപായങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ജപധ്യാനാദികളും സ്തുതി കീർത്തനങ്ങളെല്ലാം. ആ ഉപായങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ആ ഉപായങ്ങളെല്ലാം ഈ ഒരു ബോധം ഉള്ളിൽ വരുന്നതിന് സഹായിക്കുന്നതാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? സ്ഥൂലമായി അത് ശബ്ദമാണ്. സൂക്ഷ്മമായി വരുമ്പോൾ എന്താണ്? ആ ശബ്ദം തന്നെയാണ് നമ്മൾ പറയും, ശാസ്ത്രീയമായ ഭാഷയിൽ തന്നെ പറയും, ആത്മാകാരവൃത്തി, ബ്രഹ്മാകാരവൃത്തി, അപരോക്ഷം, സാക്ഷാത്കാരം എന്ന് പറയും. അപരോക്ഷം, സാക്ഷാത്കാരം എന്നെല്ലാം പറയുന്നത് എന്താണ്? അതാണ് ആ ശാസ്ത്രത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ അർത്ഥം. സാക്ഷാത്കാരം, അനുഭവം. ആ അനുഭവമാണ് എന്ത് ചെയ്യുന്നത്? ആ തദ്ധർമ്മ അധ്യാരോപണങ്ങളെ നിവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ട് വേദം, ശ്രുതി എന്ന് പറയുന്നു. ശ്രുതി എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് എന്താണ്? ആത്യന്തികമായിട്ട് അത് ആത്മാനുഭവമാണ് ശ്രുതി. ബാഹ്യമായി അത് ശബ്ദരൂപത്തിൽ നിൽക്കുന്നു, ആന്തരികമായി അനുഭവരൂപത്തിൽ നിൽക്കുന്നു. അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രത്തിന്റെ പരമമായ താല്പര്യം. അതുകൊണ്ട് അതിനെ ചരമവൃത്തി എന്നും മറ്റും ശാസ്ത്രീയമായ ഭാഷയിൽ പറയുന്നുണ്ട്. അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അതാണ് ഗുരു ഉപദേശം. അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ചർച്ച ചെയ്തു. ആ ഗുരു ഉപദേശം എങ്ങനെ ശിഷ്യനിൽ വരുന്നു, എങ്ങനെ ഗുരു ഉപദേശവും ശിഷ്യന്റെ അനുഭവവും ഒന്നാകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ആ ഗുരുവിന്റെ ഉപദേശമാണ് ശാസ്ത്രം. അതാണ് ഗുരുവിന്റെ അനുഭവം. അതുതന്നെയാണ് ശിഷ്യന്റെ അനുഭവം. അതിന് മാത്രമേ, അതിനെയാണ് നമ്മൾ അപരോക്ഷ അനുഭൂതി എന്നും മറ്റും പറയുന്നത്. ഈ അതദ്ധർമ്മ അധ്യാരോപണങ്ങളെ നിവർത്തിപ്പിക്കാൻ സാധ്യമാണ്. നമുക്ക് ഈ ശാസ്ത്രത്തെ സംബന്ധിച്ച് നമുക്ക് തോന്നുന്ന ഒരു തെറ്റിദ്ധാരണ എന്താണ്? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന പുസ്തകം, പരമാവധി നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുള്ള ലിപി,
പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം. അതുകൊണ്ടാണ് ആൾക്കാർ ശാസ്ത്രത്തിനോട് വൈമുഖ്യം പ്രകടിപ്പിക്കുന്നത്. കാരണം വായിക്കുന്നതിനുള്ള മടി. അതാണ് നമ്മൾ ശാസ്ത്രത്തിൽ നിന്നുള്ള നമ്മുടെ അകൽച്ചയെന്ന് പറയുന്നത് വായിക്കാനുള്ള മടിയാണ്. അത് കുട്ടിക്കാലത്തെ ഉള്ളതാണ്. അത് എളുപ്പം മാറുന്നതല്ല. വാസ്തവത്തിൽ ശാസ്ത്രം അതല്ല, മറിച്ച് എന്താണ് അതിന്റെ പരമമായ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രം അതദ്ധർമ്മ അധ്യാരോപണ മാത്ര നിവർത്തകമാണ്. അതാണ് ശാസ്ത്രം. ആ അതദ്ധർമ്മ അധ്യാരോപണങ്ങളെ നിവർത്തിക്കുന്നത് എന്താണ്? അപരോക്ഷ സാക്ഷാത്കാരം അല്ലെങ്കിൽ ചരമ സാക്ഷാത്കാരമാണ്. അതുകൊണ്ടാണ് അതിനെ അന്ത്യം എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ പറയുന്നത്. എന്താണ്? ശാസ്ത്രമാണ് ഇതിന്റെ തുടക്കം, ഇതിന്റെ ഒടുക്കം, ഇതിന്റെ അവസാനം എന്താണ്? ഈ ശാസ്ത്രം തന്നെയാണ്. അങ്ങനെ അത് ആത്മാവിന് പ്രമാണമാകുന്നു. ആത്മനഃ പ്രാമാണ്യം പ്രതിബദ്ധത എന്നർത്ഥം. മറ്റു പ്രമാണങ്ങളെ പോലെ അല്ല ശാസ്ത്രം പ്രവർത്തിക്കുന്നത്. നതു അജ്ഞാതാർത്ഥ ജ്ഞാപകത്വേന കഥാച ശ്രുതി. ഈ കാര്യം ശ്രുതി തന്നെ പറയുന്നുണ്ട് നേരിട്ട്. അല്ലാതെ ഇതൊന്നും ഭാഷ്യകാരൻ പറയുകയാണ്, ഇതൊന്നും എന്റെ കൽപ്പനയല്ല, മനസ്സുകൊണ്ട് ആലോചിച്ച് കണ്ടുപിടിച്ച എല്ലാ ശ്രുതി ഇതിന് പ്രമാണമായി പറയുന്നുണ്ട്. വൈശേഷികന്മാരൊന്നും ഇത്തരത്തിലുള്ള ഒരു ആത്മാവിനെ സ്വീകരിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് എന്ന് പറയുന്ന ഒരു ദ്രവ്യമാണ്, ഒരു വസ്തുവാണ്. ഈ കസേരയും മേശിയൊക്കെ പോലെയുള്ള ഒരു സാധനമാണ് ആത്മാവ്. അതുകൊണ്ട് ഇത്തരം മുമ്പോട്ട് കടന്നവർ ചിന്തിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് ദ്രവ്യം, അതിനെ ഞാനെന്നിങ്ങനെ അറിയുന്നു. ആത്മചിന്ത അവരെ സംബന്ധിച്ചിടത്തോളം മുമ്പോട്ട് പോയിട്ടില്ല. അവരെക്കുറിച്ച് കൂടുതലും എന്താണ്? അവർ പദാർത്ഥ ചിന്തകന്മാരാണ്. പദാർത്ഥങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. ദ്രവ്യം, ഗുണം, കർമ്മം, സാമാന്യം, വിശേഷം, സമവായം, അഭാവം എന്നിങ്ങനെ ഈ പ്രപഞ്ചത്തെ വേർതിരിച്ചിട്ട് അതിൽ ഇതാണ് രൂപരസഗന്ധ സ്പർശം എന്നും പറഞ്ഞ് ഗുണങ്ങളെക്കുറിച്ച്, കർമ്മം, ഇങ്ങനെ അവർ ചിന്തിച്ചു പോവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് ഒരു മുഖ്യമായ ചിന്താ വിഷയമല്ല. ഇനി അവർ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, കൂടുതൽ ചിന്തിക്കുന്നത് പദാർത്ഥങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ പദാർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആത്മാവിനെ അറിയാം, അങ്ങനെ അത് വേറെ വഴിയാണ്. ഈ തരത്തിലുള്ള ഒരു ചിന്ത അവിടെയില്ല. മോക്ഷവും മറ്റും അവർക്കും ഉണ്ടെങ്കിലും അവർ ഇവിടെ പറയുന്ന രീതിയിൽ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നവരല്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് ഒരു വസ്തുവാണ്, ദ്രവ്യമാണ്, അതിനെ ഞാൻ എന്നറിയുന്നു, അത് കഴിഞ്ഞു. അതാണ് അവരുടെ ചിന്ത. തഥാച ശ്രുതി. ഇവിടെ ശ്രുതി പറയുന്നുണ്ട്. എന്താണ്? സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. ഏതെന്നാണോ സാക്ഷാത്, സാക്ഷാത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നേരിട്ട്. സാക്ഷാതായി ഞാനത് കണ്ടെന്ന്, ഞാൻ നേരിട്ട് കണ്ടെന്നാണ്. നേരിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊന്നിനെ അപേക്ഷിക്കാതെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? മറ്റൊന്നിനെയും അപേക്ഷിക്കാതെ. അപരോക്ഷ അനുഭവരൂപത്തിൽ, അപരോക്ഷം എന്ന് വെച്ചാൽ അനുഭവം, അനുഭവരൂപത്തിൽ ഉള്ളതാണ്. മറ്റൊന്നിനെയും അപേക്ഷിക്കാതെ അപരോക്ഷ രൂപത്തിൽ, അനുഭവരൂപത്തിൽ പ്രകാശിക്കുന്നതാണ് ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ള, നേരത്തെ പറഞ്ഞല്ലോ, പ്രമാണം, പ്രമേയം, ഈ പട്ടികയിൽ ബ്രഹ്മത്തെ പെടുത്താൻ പറ്റത്തില്ല. എനിക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് അറിയണമെങ്കിൽ, പുസ്തകസ്ഫുരണം എന്റെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ എന്താണ്? എനിക്കിവിടെ പ്രമാണം, എന്റെ കണ്ണ് വേണം, ചക്ഷുരേന്ദ്രിയം വേണം, പ്രത്യക്ഷമായ അനുഭവത്തിന്. പറഞ്ഞറിയുന്നതിനാണെങ്കിലോ, കേട്ടറിയുന്നതിനാണെങ്കിൽ ശ്രവണേന്ദ്രിയം മതി. ഇനി അതിനപ്പുറം ഇതിന് രണ്ടിനെ ആശ്രയിക്കാതെ ഞാൻ മുമ്പ് കണ്ടിട്ടോ കേട്ടിട്ടോ ഉള്ളതാണെങ്കിൽ എന്റെ മനസ്സുകൊണ്ട് എനിക്ക് അനുമാനിച്ചറിയാം. ഞാനിവിടെ ഇല്ല, പക്ഷെ എനിക്ക് അനുമാനിച്ചറിയാം. ഇപ്പൊ ക്ലാസ്, അതിന്റെ സമയമാണ്, പുസ്തകം അവിടെ ഉണ്ടായിരിക്കും, ഈ തരത്തിൽ അനുമാനിക്കാം. ഒന്നുകിൽ എനിക്കിതിനെക്കുറിച്ച് എന്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചറിയണം, അല്ലെങ്കിൽ മനസ്സ് ഉപയോഗിച്ചറിയണം. അവിടേക്ക് എന്താണ്? അറിവൊന്നും സാക്ഷാതല്ല, അന്യാശ്രയം കൊണ്ട് ഇവിടെയല്ല, അന്യാശ്രയം കൂടാതെ ഉള്ളതല്ല. പക്ഷേ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? തന്റെ സ്വരൂപം എന്ന് പറയുന്നത് സാക്ഷാത്, അന്യാശ്രയം കൂടാതെ അപരോക്ഷമാണ്, അനുഭവരൂപത്തിലുള്ളതാണ്. അതാണ് ശ്രുതി ഇതിനെക്കുറിച്ച് പറയുന്നത്. യ ആത്മാ,
അത് തന്നെയാണ് ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വലുതായ മറ്റെന്തോ ഒന്ന് താൻ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒന്നാണ്, തപസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒന്നാണ് എന്ന് ധരിച്ചു പോകും. ആ ധാരണ മാറ്റാൻ വേണ്ടി പറയുന്നു ഈ ആത്മാ അത് തന്നെയാണ് നിന്റെ സ്വരൂപം എന്നാണ്. നിന്റെ സ്വരൂപമാണ് അത് എന്നർത്ഥം. അത് തന്റെ മാത്രം സ്വരൂപമാണോ? അല്ല, സർവാന്തരഹ. അത് തന്നെയാണ് ബൃഹദാരണ്യ ശ്രുതി പറയുകയാണ്. അത് തന്നെയാണ് ഈ കാണുന്ന സർവരുടെയും ഉള്ളിലിരിക്കുന്നത്. ആ ഒരു വസ്തു തന്നെയാണ് അപരോക്ഷ സ്മരണരൂപത്തിൽ എന്ന് പറയും വ്യാഖ്യാനത്തിൽ. അപരോക്ഷമായ പ്രത്യക്ഷമായ അനുഭവ രൂപത്തിൽ അതിരിക്കുന്നു എന്നാണ്. അത് സർവവസ്തുക്കളിലും ഇരിക്കുന്നു എന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് അതുകൊണ്ടെന്താണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്തത്. ആത്മാവ് അപ്രമേയമാണ്. ആത്മാവ് ഒരിക്കലും പ്രമയ്ക്ക് വിഷയമാകുന്നില്ല. ശാസ്ത്രം അതിനെ ബോധിപ്പിക്കുന്നതിന് പര്യാപ്തമല്ല. എന്നാലും ശാസ്ത്രത്തിന്റെ സഹായം കൂടാതെ ഒരുവനും ആത്മസാക്ഷാത്കാരം സാധ്യമല്ല. അവിടെ പിന്നെ ശാസ്ത്രം എങ്ങനെ സഹായിക്കുന്നു? ആ തദ്ധർമ്മ അധ്യാരോപണ മാത്ര നിവർത്തകത്വേന. എന്താണോ ഒരുവൻ അജ്ഞാനാവസ്ഥയിൽ ആത്മാവിനെ കുറിച്ച് ധരിച്ചിരിക്കുന്നത്, ആ ധാരണകളെല്ലാം ശാസ്ത്രം മാറ്റിത്തരുന്നു. മാറ്റിക്കഴിയുമ്പോൾ ആത്മാവ് സ്വയം സ്ഫുരിക്കുന്നു, ഈ തടസ്സങ്ങളില്ലാതെ. നേരത്തെ തടസ്സങ്ങളോടുകൂടി അത് പ്രകാശിച്ചു, ഇപ്പോൾ തടസ്സങ്ങളില്ലാതെ അത് പ്രകാശിക്കുന്നു, സ്വയം സ്ഫുരിക്കുന്നു. അതാണ് അപരോക്ഷ അനുഭവം എന്ന് പറയുന്നത്. അതിന് ശാസ്ത്രം നേരിട്ടല്ല, അത് വളഞ്ഞ വഴിയിൽ അത് സഹായിക്കുന്നു എന്നാണ്. നേരിട്ട് അതിന് സഹായിക്കാൻ കഴിയത്തില്ല എന്നാണ്. അപ്രമേശ്യ എന്നുള്ളതിനെ കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്തതിനു ശേഷം അടുത്ത് പറയുന്നു. അടുത്ത് യസ്മാത് ഏവം നിത്യ അവിക്രയേശ്ച ആത്മാ ഭാഷ്യത്തിൽ തസ്മാത് യുദ്ധ്യസ്വ യുദ്ധാത് ഉപരമം മാ കാർഷീത്യർത്ഥ. യസ്മാത് എന്തുകൊണ്ടാണോ ഏവം നിത്യ ആത്മാവ് നിത്യനാണ്. ഭീഷ്മദ്രോണാദികളെല്ലാം ആത്മസ്വരൂപത്തിൽ നശിക്കുന്നവരല്ല. അവിക്രിയശ്ച അവരുടെ ശരീരം നശിക്കുന്നില്ല, ആയുധങ്ങൾ കൊണ്ട് മുറിപ്പെടുന്നില്ല, അവിക്രിയന്മാരാണ്. എന്തുകൊണ്ട്? ആത്മസ്വരൂപന്മാരാണ്. തസ്മാത് അതുകൊണ്ടെന്താണ്? യുദ്ധ്യസ്വ നാശത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നീ തയ്യാറായ നിന്റെ സ്വധർമ്മത്തിൽ നിന്നും പിന്മാറരുത്. യുദ്ധ്യസ്വ അതൊരു വിധിയാണ്. യുദ്ധം ചെയ്യുമെന്ന് തന്നെയാണ് അതിനർത്ഥം. യുദ്ധസ്വ എന്ന് പറയുന്നതിന് ഇത് സംസ്കൃത ഭാഷയാണെങ്കിൽ ഇതിന് വേറെ അർത്ഥമൊന്നുമില്ല. യുദ്ധം ചെയ്യുമെന്ന് തന്നെ. ഇതിനും ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ട് ഇതിന് വേറെ അർത്ഥമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വളരെ തമാശ തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിന് യുദ്ധസ്വ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുമെന്ന് തന്നെ. പക്ഷെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം ഭാഷ്യകാരൻ പറയുന്നുണ്ട്. എന്താണ്? യുദ്ധാത് ഉപരമം മാ കാർഷീത്യർത്ഥം. യുദ്ധം ചെയ്യൂ എന്നുള്ളൊരു വിധിയായിട്ടല്ല പറയുന്നത്. കാരണം യുദ്ധം ചെയ്യൂ എന്ന് അർജുനനോട് പ്രത്യേകം പറയേണ്ട കാര്യം ഇല്ല. മറിച്ച് എന്ത് പറഞ്ഞാൽ മതി? യുദ്ധാത് ഉപരമം മാ കാർഷി. യുദ്ധത്തിൽ നിന്ന് ഉപരമം പിന്തിരിയൽ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ മതി എന്നാണ്. എന്തുകൊണ്ട്? അർജുനൻ യുദ്ധത്തിന് ഒരുമ്പെട്ട് കഴിഞ്ഞു. അർജുനനിൽ കർത്തൃത്വബോധം വന്നു കഴിഞ്ഞു. ഞാൻ യുദ്ധം ചെയ്യേണ്ടവനാണ്, ഞാനിതാ യുദ്ധം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് അർജുനൻ സ്വയം യുദ്ധത്തിന് സന്നദ്ധനായി കഴിഞ്ഞു. അങ്ങനെ സന്നദ്ധനായി കഴിഞ്ഞ അർജുനനെ കൊണ്ട് ശരിക്കും ഇവിടെ ഇപ്പോൾ യുദ്ധം ചെയ്യിക്കേണ്ട കാര്യമില്ല. അർജുനൻ ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുകയാണെങ്കിലും അടുത്ത് സംഭവിക്കാൻ പോകുന്ന എന്താണ്? യുദ്ധം തന്നെ. അർജുനന്റെ സ്വഭാവം അനുസരിച്ച്, അർജുനന്റെ രജോഗുണം അനുസരിച്ച് അർജുനൻ യുദ്ധം ചെയ്തേ തീരൂ. അതുകൊണ്ട് എവിടെയെല്ലാം ഭഗവാൻ യുദ്ധം ചെയ്യൂ യുദ്ധം ചെയ്യൂ എന്ന് പറയുന്നു, അവിടെയെല്ലാം അതിന്റെ വാച്യാർത്ഥം യുദ്ധം ചെയ്യൂ എന്നാണെങ്കിലും ഭഗവാന്റെ താല്പര്യം എന്താണ്? നീ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയരുത് എന്നാണ് താല്പര്യം എന്നാണ്. അതൊന്നുകൂടി വിശദീകരിക്കുന്നു. നഹി അത്ര യുദ്ധ കർത്തവ്യത വിധീയതേ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പറയുന്നത്. യുദ്ധകർത്തവ്യത്വം, യുദ്ധം നിന്റെ കർത്തവ്യമാണ് എന്ന് ഭഗവാൻ വിധിക്കുകയല്ല ചെയ്യുന്നു. അങ്ങനെ വിധിച്ചു കഴിഞ്ഞാൽ ഭഗവാനിൽ ഘോരമായ ഹിംസാത്മകമായ ഒരു യുദ്ധം ചെയ്യിപ്പിച്ചു
എന്നുള്ള ഒരു ദോഷം വരും. അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ, അങ്ങനെ വിധിക്കുന്നത് ശരിയല്ലല്ലോ. കാരണം മറ്റൊന്നുകൂടി നമ്മൾ ധരിക്കും, എന്താണ്, അർജുനന് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, ഭഗവാൻ യുദ്ധം ചെയ്യിപ്പിച്ചു. അർജുനൻ യുദ്ധത്തിന് സന്നദ്ധനായിരുന്നില്ല, അർജുനനെ അതിന് തയ്യാറാക്കി എന്നെല്ലാം ധരിക്കും. ആ അർത്ഥത്തിലല്ല ഇവിടെ ധരിക്കേണ്ടത്. യുദ്ധകർത്തവ്യത്വം അർജുനന് വിധിക്കുകയല്ല, മറിച്ചോ യുദ്ധേ പ്രവൃത്തയേവ ഹി അസൗ ശോകമോഹ പ്രതിബദ്ധ തൂഷ്ണീം ആസ്തേ. ഒന്നുകൂടി വിശദീകരിക്കുന്നു. യുദ്ധേ പ്രവൃത്തയേവ, യുദ്ധത്തിൽ അർജുനൻ ഒരുമ്പെട്ട് കഴിഞ്ഞു, യുദ്ധം തയ്യാറായി. സേനയോർ ഉഭയോ മധ്യേ രഥം സ്ഥാപയമേച്ചുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ്, യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. യുദ്ധേ പ്രവൃത്തേവ ഹി, എന്ത് ചെയ്തു അസോ ഈ അർജുനൻ, ശോകമോഹ പ്രതിബദ്ധ, ശോകമോഹങ്ങളെ കൊണ്ട്, അത് നേരത്തെ വിശദീകരിച്ചു, പ്രതിബദ്ധനായി. തന്റെ സ്വധർമ്മത്തിന് അവിടെ പ്രതിബദ്ധം ഉണ്ടായി, തടസ്സമുണ്ടായി. തൂഷ്ണീമാസ്തേ, മിണ്ടാതിരിക്കുകയാണ്. ഈ മിണ്ടാതിരിക്കുന്ന അവസരത്തിലും അർജുനന്റെ ഉള്ളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അർജുനൻ അതിനെ ആരംഭിച്ചു കഴിഞ്ഞു എന്നർത്ഥം. ബാഹ്യമായി വെറുതെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. ഉള്ളിൽ എങ്ങനെയാണ് യുദ്ധം നടക്കുന്നത്? ആ രജോഗുണം യുദ്ധത്തെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ തന്നെ. അതുകൊണ്ട് അർജുനനോട് പ്രത്യേകിച്ച് യുദ്ധം വിധിക്കേണ്ട ആവശ്യമില്ല. അതഃ തസ്യ കർത്തവ്യ പ്രതിബന്ധ അപനയന മാത്രം ഭഗവതാ ക്രിയതേ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഭഗവാൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? തസ്യ കർത്തവ്യ പ്രതിബന്ധ അപനയന മാത്രം, കർത്തവ്യ പ്രതിബന്ധത്തിനെ മാറ്റുന്നു. സ്വകർത്തവ്യം എന്ന് വെച്ചാൽ സ്വധർമ്മം, അതിന് പ്രതിബന്ധമായിരിക്കുന്ന ശോകമോഹങ്ങൾ, ആ ശോകമോഹങ്ങളെ അപനയന മാത്രം, മാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. ഭഗവതാ ക്രിയതേ, ഭഗവാൻ അത്രേ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ചൊരു തർക്കമുണ്ടല്ലോ. എന്താണോ? ഒരു കൂട്ടർ പറയുന്നു യുദ്ധം ചെയ്യിപ്പിക്കുന്നു ഭഗവാൻ, വേറെ കൂട്ടർ പറയുന്നു യുദ്ധം ചെയ്യിപ്പിക്കുന്നില്ല. അതിനുള്ള സമാധാനമാണ് ഇവിടെ പറയുന്നത്. തസ്മാത് യുദ്ധസ്വ ഇത് അനുവാദം മാത്രം. യുദ്ധസ്യ എന്ന് പറയുന്നത് അനുവാദമാണ് എന്ന് പറഞ്ഞാൽ, അനുവാദം നമ്മൾ പറയുമല്ലോ, അയാൾക്ക് അനുവാദം കൊടുത്തു. അനുവാദം കൊടുത്തു എന്ന് പറയുന്നത് ഒന്നാണ്, അയാളുടെ ആജ്ഞാപിച്ചു എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ആജ്ഞാപിക്കലും അനുവാദവും രണ്ടും തമ്മിൽ വ്യത്യാസമാണ് എന്ന് പറയുന്നത്. ഗുരു ഒരു കാര്യം ശിഷ്യനോട് പറയുന്നു, നീ ഇത് ചെയ്യൂ എന്ന് പറയുന്നു. നീ ചിത്തശുദ്ധിക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയും. നീ കർമ്മം ചെയ്യണം, സേവനം ചെയ്യണം എന്ന് പറയുമ്പോൾ എന്തായി? അത് വിധിയായി. ശിഷ്യനറിയില്ല ചിത്തശുദ്ധിക്ക് എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഗുരു പറയും ഇത് ചെയ്യൂ എന്ന് പറയുന്നത് എന്താണ്? അത് വിധി, ആജ്ഞയാണ്. നീ അത് അനുഷ്ഠിച്ചേ തീരൂ ചിത്തശുദ്ധിക്ക് വേണ്ടി. മറിച്ച് ശിഷ്യൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു, എന്താണ്, ഇനി ആശ്രമം വേണ്ട, തീരുമാനിച്ചിട്ട് എന്ന് ഗുരുവിനോട് ചോദിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആശ്രമം വിട്ടു പോകണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഗുരു പറയുന്നു, ശരി പൊക്കോ, അത് അനുവാദം. അതെന്താണ്? ശിഷ്യന്റെ തീരുമാനത്തിന് ഗുരു അംഗീകാരം കൊടുക്കുകയാണ്. ശരി, ആയിക്കൊള്ളട്ടെ എന്ന് വെച്ചാൽ ഇയാൾ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു, ഈ ഗുരു ഇനി നമുക്ക് പറ്റിയ ആളല്ല, സ്ഥലം വിട്ടേക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ പിന്നെ ഗുരുവിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം തീരുമാനം ശിഷ്യ എടുത്തു കഴിഞ്ഞു. അപ്പോൾ പറയുന്നു ശരി പൊക്കോ, അത് അനുവാദമാണ്. അപ്പൊ വിധിയും അനുവാദവും തമ്മിലുള്ള വ്യത്യാസം അതാണ് എന്നാണ്. ഇപ്പൊ ഗുരു മനസ്സിലാക്കുന്നു ഇയാൾ ഇനി ആശ്രമത്തിന് പറ്റിയതല്ല, അപ്പൊ പറയുന്നു സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞാൽ അത് വിധിയാവും, അത് ആജ്ഞയാവും. പക്ഷെ ഇതങ്ങനെയല്ല, ശിഷ്യൻ തന്നെ തീരുമാനിച്ചു ഇനി പറ്റിയതല്ല. തീരുമാനിക്കുമ്പോൾ എന്തായി? അത് അനുവാദം. ശരി, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, എന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറയുന്നു. അതാണ് അനുവാദവും വിധിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ശിഷ്യൻ ആശ്രമത്തിൽ നിന്ന് വിട്ടുപോയി, എന്താണ്? അത് ഗുരു ആജ്ഞാപിച്ചിട്ടാണോ? ഒരിക്കലും അല്ല, ശിഷ്യൻ തീരുമാനിച്ചാണ്. അതുപോലെ അർജുനൻ ഇവിടെ എന്ത് ചെയ്തു? യുദ്ധം സ്വയം തീരുമാനിച്ചതാണ്. സ്വയം തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അർജുനന്റെ ബോധപൂർവമായ ഒരു തീരുമാനം മാത്രമല്ല, അർജുനന്റെ ഉള്ളിലിരിക്കുന്ന രജോ ഗുണം അർജുനനെ കൊണ്ടത് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചതാണ്, അർജുനൻ പ്രവർത്തിപ്പിച്ചതാണ്. ആ യുദ്ധത്തിൽ തുടരുന്നതിന് അർജുനനെ മറ്റൊരാളും വിധിക്കേണ്ട കാര്യമില്ല, അവിടെ വിധിയുടെ ആവശ്യമില്ല. പിന്നെ ഇവിടെ എന്താണ് ഗുരു ചെയ്യുന്നത്? ആ ശോകമോഹങ്ങളെ മാറ്റിക്കളയുന്നു.
അതിന് തടസ്സമായി വന്ന, ഇടയ്ക്ക് കയറി വന്ന, നേരത്തെ അത് ഉണ്ടായിരുന്നില്ല, പിന്നീട് കടന്നു വന്ന ശോകമോഹങ്ങളെ മാറ്റുന്നു. വീണ്ടും അർജുനൻ സ്വയം യുദ്ധത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ എന്താണ്, അർജുനൻ എന്നെ ഒരിക്കലും ഭഗവാൻ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നില്ല, അതിന് ഒരിക്കലും പ്രേരിപ്പിക്കുന്നില്ല. പിന്നെ ഈ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ? ജലം ഒഴുകുന്നു, ജലം ഒഴുകുന്നിടത്തൊരു തടസ്സമിരിക്കുന്നു. ജലത്തിൽ ക്രിയയുണ്ട്, അതിന്റെ സ്വഭാവമാണ് ഒഴുകുക എന്ന് പറയുന്നത്. പക്ഷെ ഒരു തടസ്സം ഇരുന്നു കഴിഞ്ഞാൽ ഒഴുകാൻ പറ്റത്തില്ല. ഒരാൾ ഇന്ന് തടസ്സത്തെ മാറ്റുന്നു, എന്ത് ചെയ്യുന്നു, അത് സ്വയം ഒഴുകുന്നു. ചലനം അതിന്റെ സ്വഭാവമായതുകൊണ്ട് ജലം എന്ത് ചെയ്യുന്നു, ഒഴുകിപ്പോകുന്നു. മറ്റൊരാൾ തടസ്സം മാറ്റി. തടസ്സം മാറ്റിക്കൊടുത്തയാളും ഒരു തരത്തിൽ സാക്ഷാതല്ലെങ്കിലും പരമ്പരയായിട്ടാണെങ്കിലും ആ ജലം ഒഴുകുന്നതിന് ഒരു നിമിത്തമായി തീർന്നു. ആ കാര്യം ഭഗവാൻ സ്വയം തന്നെ സ്വീകരിക്കുന്നുണ്ട്. എന്താണ്? നിമിത്തമാത്രം. ഞാൻ ആണ് വാസ്തവത്തിൽ ഇവിടെ യുദ്ധം ചെയ്യുന്നതും ഇതിനെല്ലാം കൊല്ലുന്നതും. വിശ്വരൂപദർശനം അവിടെ പറയുന്നുണ്ട്, നീ കേവലം ഒരു നിമിത്തമാണ്. ആ തരത്തിൽ എന്ത് ചെയ്യുന്നു, സർവാന്തരിയായിരിക്കുന്ന ഭഗവാൻ ഇതിനെല്ലാം ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം ചെയ്യിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ ഭഗവാൻ അർജുനനെ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്നതും ശരി തന്നെയാണ്. പ്രേരിപ്പിക്കുന്നില്ല എന്ന് പറയുന്നതിനും ശരിയുണ്ട്. രണ്ടു തരത്തിൽ തടസ്സം മാറ്റുക, ആ ഒരംശത്തിൽ അർജുനന് അതൊരു പ്രേരണയാണ്. കാരണം അർജുനനെ ഒന്ന് ഉണർത്തി, ശോകമോഹങ്ങളെ മാറ്റി. പക്ഷേ ആ പ്രവൃത്തിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം അത് അർജുനനിൽ തന്നെ. എന്തുകൊണ്ട്? അർജുനൻ നേരത്തെ തന്നെ അതിന് കുരുമ്പെട്ട് കഴിഞ്ഞു എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ ഭഗവാന്റെ നിലപാടെന്ന് പറയുന്നത് എങ്ങും തൊടാതെയുള്ള ഒരു നിലപാടാണ്. അതുകൊണ്ടാണല്ലോ അസംഗൻ എന്ന് പറയുന്നത്. അതാണ് പരമാർത്ഥത്തിൽ. പക്ഷേ വ്യാവഹാരികമായി നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു തരത്തിൽ അർജുനനെ പ്രേരിപ്പിക്കുന്നു, ആ തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ട്. മറ്റൊരു തരത്തിൽ അർജുനൻ സ്വയം പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂടിച്ചേരുന്നു. അപ്പോൾ സ്വധർമ്മ നിർവഹണത്തിന് ഇത് രണ്ടും വേണം. ഒന്ന് ഭഗവാന്റെ അനുവാദം, മറ്റൊന്ന് തന്റെ ഗുണത്തിന്റെ പ്രവൃത്തി, സഹജമായ പ്രവൃത്തി. ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് അവിടെ സ്വധർമ്മം സംഭവിക്കുന്നു. അത് തന്നെയാണ് അർജുനനും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു വിവാദത്തിന് പ്രസക്തി, വിവാദം ഇതിന്റെ താല്പര്യം മനസ്സിലാക്കാതെയാണ്. അവിടെ പ്രേരിപ്പിച്ചിട്ടാണോ പ്രവൃത്തി, അതോ പ്രേരിപ്പിക്കാതെയാണോ? അങ്ങനെ ഒരു വിവാദത്തിനിവിടെ വിഷയമില്ല. അക്കാര്യം ഇവിടെ ഭാഷ്യകാരൻ വ്യക്തമാക്കുകയാണ്. അർജുനന്റെ ഗുണം അർജുനൻ സ്വധർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. ഭഗവാന്റെ അനുവാദം അതിനുള്ള തടസ്സങ്ങളെ മാറ്റുന്നു. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇതിന് രണ്ടിനും അതിൻ്റെതായ തലങ്ങളുണ്ട്. ഈ രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ അർജുനൻ എന്ത് ചെയ്യുന്നു, സ്വധർമ്മത്തിൽ പ്രവർത്തിക്കുന്നു. അതാണ് ഇവിടെ താല്പര്യം. അതും ഈ യുദ്ധം എന്ന് പറയുന്നതും നമ്മൾ ചർച്ച ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. യുദ്ധം എന്ന് പറയുന്നത് യുദ്ധി സംപ്രഹാരേ എന്ന് പറയുന്ന ധാതുവിൽ നിന്നുണ്ടാകുന്ന യുദ്ധം എന്നാണ്. അതിന്റെ വിധിരൂപമാണ്, ക്രിയാരൂപമാണ് യുദ്ധസ്വ, യുദ്ധ്യതി. വിധിയിൽ യുദ്ധ്യസ്വ എന്ന് പറയുന്നു. പക്ഷെ ഈ ശബ്ദത്തിന് സാധാരണഗതിയിൽ യുദ്ധം എന്നുള്ള അർത്ഥമാണെങ്കിലും അത് സ്വധർമ്മമായി വരുമ്പോൾ അതിന് വരുന്ന അർത്ഥവ്യത്യാസം, സാധാരണ വരുന്നതിനുള്ള അർത്ഥവ്യത്യാസം, അത് നമ്മൾ തുടർന്ന് ചർച്ച ചെയ്ത് മനസ്സിലാക്കും. ഇവിടെ ആ യുദ്ധപ്രേരണ അത് ഏതുവരെ ഉണ്ട് എന്നുള്ള കാര്യം ഭാഷ്യകാരൻ ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. വിധി അനുവാദം മാത്രം ന വിധി. ഇത് കേവലം അനുവാദം മാത്രമാണ്, വിധിയല്ല എന്നാണ്. ഇനി ആ ശ്ലോകത്തിലേക്ക് നോക്കാം. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുദ്ധ്യസ്വ ഭാരത. അതിന്റെ അർത്ഥം നിത്യസ്യ, ഹേ ഭാരത, സംബോധന.
നിത്യസ്യ നിത്യനായിരിക്കുന്ന, അനാശിനഃ അനാശിയായിരിക്കുന്ന, അപ്രമേയനായിരിക്കുന്ന, എല്ലാം വ്യാഖ്യാനിച്ചാണ്. പ്രമേയ്ക്ക് വിഷയം ഒരിക്കലും ആകാതിരിക്കുന്ന ശരീരണഃ ശരീരി ആയിരിക്കുന്ന ഈ ആത്മാവിന്റെ ഇമേ ദേഹാഹ ഈ ദേഹങ്ങളെല്ലാം അന്തവന്തഃ നാശമുള്ളവയാണ്, ശരീരി നാശമില്ലാത്തവയാണ്. അതുകൊണ്ട് ഭാരത, അല്ലയോ അർജുന, ഭാരത എന്ന് വെച്ചാൽ ഭരതവംശത്തിൽ പിറന്നവനെ എന്നാണ് അർത്ഥം. ഒരു പ്രസിദ്ധനായ ഒരു വ്യാഖ്യാതാവ്, ഗീതയുടെ പ്രചാരകൻ, ഭരത എന്നുള്ളതിന് ഇന്ത്യയുടെ മകനെ എന്ന് വ്യാഖ്യാനിച്ചോളൂ. വായിക്കുന്നവർക്ക് മനസ്സിലാവും ആരാണ്. ഇന്ത്യയുടെ മകനെ എന്ന് വ്യാഖ്യാനിച്ചു. ഒരു ബന്ധമുള്ളതല്ല. ഭരതവംശത്തിൽ ഭാരതം എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്, അതിന് തിറക്കമൊന്നുമില്ല. പക്ഷെ ഇവിടെ അർജുനൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മകൻ എന്നുള്ള അർത്ഥത്തില്ല. ഭാരത യുദ്ധസ്വ, യുദ്ധം ചെയ്യൂ. തസ്മാത്, അതുകൊണ്ടെന്താണ് നീ യുദ്ധം ചെയ്യൂ എന്നാണ്. യുദ്ധം ചെയ്യൂ എന്ന് പറയുന്നു. പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.